എനിക്ക് വിഭവങ്ങൾ നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാം ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം തർബിയത്ത് എല്ലാം പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. എനിക്ക് അവസാനം മടങ്ങി ചെല്ലാനുള്ളതും അല്ലാഹുവിലേക്കാണ്. ഞാനോ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എല്ലാ അടിസ്ഥാനപരമായ തിരിച്ചറിവാണ് ഒരു മനുഷ്യന് ആദ്യമായി ഉണ്ടാകേണ്ടത്. ഒരു മനുഷ്യൻ ആദ്യം പഠിക്കേണ്ട കാര്യമാണ് നിസ്കാരം. പിന്നെയാണ് നിസ്കാരം. പിന്നെയാണ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹ് അറിയണ്ട. അള്ളാഹ്ക്ക് വേണ്ടിയല്ല നിസ്കാരം. അള്ളാഹ്ക്ക് വേണ്ടിയല്ല നിസ്കാരം. അള്ളാഹ് അറിഞ്ഞാലല്ലേ അള്ളാഹ്ക്ക് സ്പീക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പകതിരിവാകുന്ന സമയത്ത് നമ്മുടെ നൈസർഗികമായി ജന്മസിദ്ധമായി നമ്മുടെ ആത്മാവിൽ നമ്മുടെ സത്തയിൽ അന്തർലീനമായി കിടക്കുന്ന അല്ലാഹ്, പിന്നെ നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഉടനെ തന്നെ നമ്മുടെ ശ്രവണപടങ്ങളിൽ കേട്ട അല്ലാഹ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചാൽ വലത്തെ ചെവിയിൽ ഭാഗം വിളിക്കണം. അറിയാലോ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ കുഞ്ഞ് കേൾക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഇത് കേൾപ്പിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ ഇന്ന് പലപ്പോഴും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടാറില്ല. ആശുപത്രികളിലാണ് പ്രസവിക്കുന്നത്. ആശുപത്രിയിൽ ഡോക്ടർ സിസ്റ്ററോട് പറയും, സിസ്റ്ററെ ആ കത്തിങ് എടുത്ത്, ഈ കത്തിനൊക്കെ വെച്ച് ആ കോട്ടൊക്കെ എടുത്ത്, കത്തി, കത്രിക, കോട്ടൻ, കുന്ത്രാണ്ടം, ഇതൊക്കെയാണ് ആദ്യം കേൾക്കുന്നത്. കുറച്ചും കാത്തുരക്ഷിത. ഞങ്ങളുടെ നാട്ടിലൊരു ആശുപത്രിയുണ്ട്. ഒരു ഡോക്ടർ നഫീസ എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു വനിതാ ലേഡി ഡോക്ടർ ഉണ്ട്. എന്റെ മക്കളൊക്കെ പ്രസവിച്ചത് അവിടെയാണ്. അവര് വളരെ കണിശമായിട്ട് ബാങ്കുളി ഉസ്താമാരുടെ മക്കളൊക്കെ, ഉസ്താമാരുടെ ഭാര്യമാരൊക്കെ പലപ്പോഴും അവിടെ പിന്നെ പ്രസവിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ. ആദ്യമായിട്ട് കേൾക്കുന്ന ശബ്ദം, ആദ്യമായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കത് മനസ്സിലാവോ? കുട്ടിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ കുട്ടിയുടെ തലച്ചോറിനെ, അവന്റെ ചിന്താ മണ്ഡലത്തെ അത് സ്വാധീനിക്കും. അതുകൊണ്ട് ആദ്യമായി കേൾക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ. മോനെ, ലോകത്തേക്ക് ജനിച്ചെറിയണ മോനെ, മോളെ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവാണ് അത്യുന്നതനായവൻ. അല്ലാഹുവായിരിക്കണം വലുത്. ഈ ഒരു മെസ്സേജാണ് ആദ്യമായൊരു കുഞ്ഞിന്റെ ചെവിയിലേക്ക് കൊടുക്കുന്നത്. അല്ലാഹ് ആദ്യം കേൾക്കുന്ന ശബ്ദം. ഇനി ഒരു മനുഷ്യൻ അവസാനമായി കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ശബ്ദം എന്താ? ആദ്യം കേട്ടത് അല്ലാഹ്. ഏറ്റവും അവസാനം കേൾക്കുന്നതും പറയുന്നതും എന്താ? ബൽകാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്നാഹ്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അയാൾ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദ് മുസ്തഫ അവസാനമായിട്ട് പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് സൗഭാഗ്യമാണ്. അങ്ങനെ അവസാനം ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ല അല്ലാഹ് അങ്ങനെ റൂഹം കണ്ട് പോണം. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. അപ്പൊ ഈ ജനിച്ചു വീണ് കേട്ട ശബ്ദം മരിക്കുന്ന സമയത്ത് അവസാനം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ശബ്ദവും അല്ലാ എന്ന് പറയുന്ന ശബ്ദവും അല്ലാ എന്ന് പറയുന്ന നാമവും അല്ലാ എന്ന് പറയുന്ന ആ കാര്യം അതായിരിക്കണം ജനന മരണങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായ അജണ്ട. നമ്മുടെ മുഖ്യമായ അജണ്ട അതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അല്ലാ എന്ന വാക്കായിരിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ പറ്റിയായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് മരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ കലിമ വഴങ്ങിത്തരുള്ളൂ, അല്ലെങ്കിൽ കലിമ വഴങ്ങൂല. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, പറയുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് അതാണ് സക്കറാത്തിന്റെ ഹാലിൽ വരുള്ളൂ. ഈ സക്കറാത്തിന്റെ ഹാലിൽ നമ്മൾ വിചാരിക്കുന്ന സംഗതിയൊന്നും അല്ലത്. സക്കറാത്തിന്റെ ഹാലെന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ വിചാരിക്കും, ഞാൻ ഈ ഹദീസൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിരുന്നു, അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഉറപ്പാണല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏകദേശം മരിക്കുന്ന ധാരണ കിട്ടി അപ്പൊ ഉറപ്പായിട്ടും പറയാലോ, നമുക്കത് അറിയാലോ. അപ്പൊ നമ്മൾ ഏകദേശം മരിക്കുന്ന ഒരു ധാരണ കിട്ടിയാൽ നമുക്ക് അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. പക്ഷെ ഞാനതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് സാധിക്കില്ല, അള്ളാന്റെ തൗഫീഖില്ലാതെ. കാരണം ഈ സക്കറാത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ ഭാഷ പോലെ തന്നെ സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം മത്ത് പിടിച്ച അവസ്ഥയാണ്. ഒരു തരം നമ്മളൊരു ബോധാവസ്ഥയിലല്ല മരിക്കുന്ന സമയത്തുള്ളത്. മെഡിക്കൽ സയൻസ് പറഞ്ഞു അങ്ങനെ തന്നെ. മരണത്തെക്കുറിച്ച് മെഡിക്കൽ സയൻസ് പറയുന്നത് മരിക്കുന്ന സമയത്ത് മനുഷ്യൻ കോൺഷ്യസ് ആയിരിക്കില്ലെന്നാണ്. അതായത് മനുഷ്യനിങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു ബോധം തിരിച്ചറിവില്ല, വേറെ എന്തോ ഒരു മാസ്മരിക ലോകത്താണ് മരണാസന്നനായ ആളുള്ളതെന്നാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കൂല, ഉദ്ദേശിക്കുന്ന പോലെ ചിന്തയും വരില്ല, ഉദ്ദേശിക്കുന്നത് പോലെ വായ വഴങ്ങില്ല, സംസാരം വരില്ല, ഉദ്ദേശിക്കുന്നത് പോലെ കാണിച്ചു കൂട്ടാനും പറ്റില്ല. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകിച്ചുള്ള ഇടപെടൽ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിലൂടെ വരുള്ളൂ. ആ അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുകയും പറയുകയും ചെയ്യേണ്ടത് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയ അല്ലാഹുവിന്റെ ദിക്റുകൾ, അല്ലാഹുവിന്റെ സ്മരണകൾ, അല്ലാഹുവിന്റെ ഓർമ്മകളായിരിക്കണം. അദ്കുറുല്ലാഹ ദിക്റൻ കസീറാ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കിൻ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കിൻ, ധാരാളമായിട്ട് ചിന്തിക്കിൻ. അവിടെ ഖുർആൻ പറയുന്നത് ദിക്റൻ കസീറാന, ധാരാളം അല്ല. ഒരു നിശ്ചിതമായ നിർണിതമായിരിക്കുന്ന ഒരു കണക്കൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നിസ്കാരത്തിന് ഒരു നിർണിതമായ കണക്കുണ്ട്. 17 റക്അത്താണ് ഒരു ദിവസം ഉള്ളത്, 5 വഖത്താണുള്ളത്, അല്ലേ? അതേപോലെ നോമ്പ് റമദാനിലെ 30 ദിവസമാണുള്ളത്. ഹജ്ജ് കൊല്ലത്തിൽ ഒരിക്കലാണുള്ളത്. മുസ്ലിമായ മനുഷ്യന് നിർബന്ധമായ ഹജ്ജ് ഒരിക്കലേ ഉള്ളൂ. ദിക്റിന്റെ കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഒരിക്കലെന്നല്ല, കൊല്ലത്തിൽ ഒരിക്കലെന്നല്ല, മാസത്തിൽ ഒരിക്കലെന്നല്ല, ഒരു ദിവസത്തിൽ 5 തവണ എന്നല്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത് ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി പറയണേ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ചിന്തിക്കണേ. ദിക്റെന്ന് പറയുന്നത് മഹാന്മാർ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു 2 തരമുണ്ട് ദൈവചിന്ത. 2 തരമുണ്ട്. ഒന്ന് ദിക്റുൽ ലിസാനി, നാവ് കൊണ്ട് പറയുന്ന ദിക്റ്, നാവ് കൊണ്ട് പറയുന്ന ദിക്റ്. നമ്മൾ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു ദിക്റാണ്, അഫ്ളൽ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതൊരു ദിക്റാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ദിക്റാണ്, സ്വലാത്തും ദിക്റാണ്. ഇങ്ങനെ നാവ് കൊണ്ട് പറയുന്ന ദിക്റുകൾ, ആ അർത്ഥത്തിലും നാവ് കൊണ്ടും ദിക്റുകൾ ധാരാളമായി പറയേണ്ടതാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് മുആദ് ഇബ്നു ജബൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയേ, ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ അൻ തമൂത വലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, ഏറ്റവും ഉത്കൃഷ്ടമായ അമലല്ല പറയുന്നത് നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിലായി നിറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് നിറവുള്ള നാവോടുകൂടെ നീ അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ്, മരിക്കലാണ് മുആദേ. അതാണ് ഏറ്റവും വലിയ
സൗഭാഗ്യമല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ. നനഞ്ഞുകൊണ്ടിരിക്കണം വിക്ർ കൊണ്ട്. ലിസാനിയായ, ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, ലിസാനിയായ വിക്ർ, നാവ് കൊണ്ടുള്ള വിക്ർ വർദ്ധിപ്പിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ ഉറൂസിന്റെ മജ്‌ലിസിൽ എന്റെ വരവര സമ്മാനമായിട്ടൊരു ഹദിയയായിട്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഒരു 100 തവണ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിക്ർ ചൊല്ലുന്നവരായിരിക്കാം. എന്നാലും എന്റെ വക ഒരു ഇജാദത്ത് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളൂ. അല്ലാഹുവിന്റെ മഹാനായ ഒരു ആരിഫിൽ നിന്ന് ഒരു ആരിഫ് എന്നോട് പറഞ്ഞത് പ്രകാരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എനിക്ക് ആഖിറത്തിലേക്ക് എന്തെങ്കിലും കാര്യം എനിക്ക് വേണം, നിങ്ങൾക്കും ഉപകാരം വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, എല്ലാ ദിവസവും മിനിമം ഒരു 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ വിക്ർ നിങ്ങൾ ചൊല്ലണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യമുള്ള സമയത്ത് ഒരു 70,000 വിക്ർ നിങ്ങൾ ചൊല്ലി വെക്കണമോ? നാളെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ സന്തോഷകത്ത് ചുമന്നുകൊണ്ട് നിങ്ങളെ പള്ളിക്കാട്ടിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കെട്ടുകൾ പോന്നു കെട്ടി കട്ടിയില്ലെയോ മേറ്റി കോട്ടി ചോമലതിലേറ്റി കോട്ടത്തിൽ നിലവിളി പൊട്ടി ഒരു ദീർഘമുള്ളൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. സ്വന്തക്കാരെല്ലാം എവിടെ, ബന്ധുക്കാരുണ്ടോ കൂടെ? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയില്ലെയോ മേറ്റി കൂട്ടി ചോമലതിലേറ്റി കോട്ടത്തിൽ നിലവിളി പൊട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ തഹ്ലീലില്ല വിക്റില്ല തൊലികളോടുകൂടെ പള്ളി ശ്മശാനത്തിലേക്ക് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ കൂടെ സന്തോഷത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ ഒരു ലഗേജ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾ സംഭരിച്ചു വെക്കണം. ഞാൻ എന്തൊരു വസിയത്തായിട്ട് എന്നോടും നിങ്ങളോടും പറയുന്നു, ഒരു 70,000 വിക്ർ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി 70,000 വിക്ർ ചെല്ലാറുണ്ട്. അതൊക്കെ ചെയ്തോട്ടെ, പക്ഷെ നമ്മളായിട്ട് ചെയ്തു വെക്കണം. 70,000 തഹ്ലീലുകൾ അല്ലാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി, നിഷ്കപടമായി, ആത്മാർത്ഥമായി തൗഹീദിന്റെ ബോധത്തോടുകൂടെ ചെയ്തു വെച്ചാൽ ആ മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനമുണ്ട് എന്ന് ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഒരു 70,000 വിക്ർ നിങ്ങൾ ചെയ്യോ? അല്ലാഹു പടച്ചോനെ, റഹ്മാനായ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകണേ. അങ്ങനെ 70,000 വിക്ർ നമ്മൾ ചൊല്ലി വെച്ചിട്ട് അതവിടെ വെച്ചോളി, മലക്ക് സൂക്ഷിക്കും. നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സുദൂഖിന്റെ കൂടെ അവിടെ ഉണ്ടാവും, നമ്മുടെ ഖബറിലുണ്ടാവും. അന്ന് ഇൻഷാ അല്ലാഹ് 2024 ഒക്ടോബർ മാസം 6-ാം തീയതി പന്താവൂര് അഷ്റഫി വന്നിട്ട് അത് പറഞ്ഞിട്ട് ഇങ്ങനെ സംഗതി പറഞ്ഞിരുന്നു. ഉടച്ചോനെ ചെയ്തു, അൽഹംദുലില്ലാഹ്. ആ സന്തോഷങ്ങൾക്കും അതിന്റെ കൂലി പ്രതിഫലം, ആ സന്തോഷം എനിക്കുണ്ടാകണം. റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അത് നമുക്ക് ആഖിറത്തിലേക്ക് പ്രതിഫലത്തിന് വേണ്ടി. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് നാവ് കൊണ്ട് ചെല്ലുന്ന വിക്ർ, ലിസാനിയായ വിക്ർ, അത് എത്ര വർദ്ധിപ്പിക്കുമ്പോ അത്രത്തോളം നമ്മുടെ മനസ്സിന് ഈമാൻ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിന് തിളക്കം കൂടിക്കൊണ്ടിരിക്കും. ലികുല്ലി ശൈഇൻ സഖാല, സഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. എല്ലാ വസ്തുക്കൾക്കും ഒരു തെളിയിച്ചെടുക്കലുണ്ട്, ഒരു സംസ്കരിച്ചെടുക്കലുണ്ട്. അല്ലേ? ഒരു സ്വർണം അഴുക്ക് പിടിച്ചാൽ ആ സ്വർണം സംസ്കരിക്കാൻ തട്ടാന്മാർക്ക് പരിപാടിയുണ്ട്. ഇതൊക്കെ രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ട്
എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ കൽബ് പാപമംഗലമായി പാപങ്ങളെ കൊണ്ട് മലിനമായി പോയാൽ, തുരുമ്പ് വന്നു പോയാൽ അതിനെ സംസ്കരിക്കാനുള്ള മാർഗമാണ് ദിക്റുല്ലാഹ്. പാപങ്ങൾ ചെയ്ത് പാപങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ മനസ്സിലകത്ത് കറുത്ത പുല്ല് വീണ് അള്ളാഹുവിന്റെ ഹിദായത്തും അതേപോലെ ഹിദായത്തിന്റെ മാർഗങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ മനസ്സ് കൊടുസായി പോകുമ്പോൾ ആ കൽബിനെ തെളിയിച്ചെടുക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ ദിക്റുകളാണ്, അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കലാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. വഅഫ്ളലു പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്ന പ്രാർത്ഥനയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ദിക്റുകൾ ധാരാളമുണ്ട്, പലതരം ദിക്റുണ്ട് അല്ലെ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ അത് പറയുമ്പോ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ അല്ല, ലാ യാ അല്ല, ലാ ഇ ഹംസ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹു എന്നാണ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഒരു ഹായിന്റെ ഉച്ചാരണം വേണം. അതുപോലെ അല്ലാഹ് എന്ന് പറയുമ്പോ ഈ നാവ് പല്ലിന്റെ മുകളിൽ തൊടാൻ പാടില്ല. നമ്മുടെ മുൻപല്ലിന്റെ മേലെ ലാ 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 എന്ന് പറയുമ്പോ അവിടെ ലാ പറഞ്ഞോക്കില്ല. ഇല്ലല്ലാ അല്ലാ 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 അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്, ഹനഫികളൊക്കെ അല്ലെ. പണ്ട് പതിവ് സ്ഥാനം ശംസുലഭയം കൂടിയിട്ട് ഈ വിഷയത്തിൽ ഒരു വലിയ സംവാദം നടന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹു എന്ന് പറയുമ്പോൾ കിട്ടുന്ന മഖ്റജ് മുൻപല്ലിന്റെ ഊനിന്റെ മേലെ തട്ടിയിട്ട് ആ മുരടിൽ തട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ ളാറ ഇല്ലല്ലാഹ് ലാ നാഫിഅ ഇല്ലല്ലാഹ് ലാ മുദില്ല ഇല്ലല്ലാഹ് ലാ മുഇസ്സ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ തേടി പോകുമ്പോൾ അതിന്റെ ആശയങ്ങളുടെ പ്രപഞ്ചം വളരെ വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് രഹസ്യങ്ങളുടെ കലവറയാണ്. അതിനെക്കുറിച്ച് ആരിഫീങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു ലോക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമ്മളെ ശരീഅത്തിന്റെ ലോകത്ത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ അല്ലാഹ് മാത്രമാണ് എന്നാണ്. ലാ ഇലാഹ ദൈവമില്ല എന്ന് പറഞ്ഞ ദൈവമില്ല, യുക്തിവാദം, നിരീശ്വരവാദം. ലാ ഇലാഹ ദൈവമേ ഇല്ല, ദൈവം ഇല്ലാന്നല്ല, ദൈവമേ ഇല്ല. ദൈവം പറഞ്ഞിട്ട് സംഗതി തന്നെ ഇല്ല. ഇല്ലല്ലാഹു അല്ലാഹ് അല്ലാതെ, അല്ലാഹ് മാത്രമേ ഉള്ളൂ ദൈവമായിട്ട്. ഈ അല്ലാഹ് എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ദൈവമല്ല, എല്ലാവരുടെ ദൈവം. അത് ശരി. അപ്പൊ മുസ്ലിങ്ങളുടെ ദൈവം, അപ്പൊ നിങ്ങളുടെ ദൈവം മാത്രമേ ഞങ്ങളുടെ ദൈവം അല്ലേ? സഹോദര മതസ്ഥർ ആരെങ്കിലും കേൾക്കുന്നവർക്ക് തെറ്റിദ്ധരിക്കേണ്ട, നമ്മളെല്ലാവരുടെ ദൈവം തന്നെ. അതിന് അറബിയിൽ അല്ലാഹ് എന്ന് പറയും, നിങ്ങൾ ഈശ്വര എന്ന് പറഞ്ഞോളൂ, ദൈവമേ എന്ന് പറഞ്ഞോളൂ, യഹോവ എന്ന് പറയും. ദി റിയൽ ഗോഡ്, ദി റിയൽ ആൾമൈറ്റി, യഥാർത്ഥത്തിലുള്ള ദൈവം, സർവശക്തൻ, എല്ലാവരും ആശ്രയിക്കുന്ന സൂപ്പർ പവർ. അതിന് അറബിയിൽ പറയുന്ന പേരാണ്, അല്ലാഹുവിന്റെ അലമാണ് അൽ ഇലാഹ്, അല്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും പരിഭവമില്ല, ആർക്കും പരാതിയില്ല. ഹിന്ദുവിന്റെ ദൈവം, മുസ്ലിമിന്റെ ദൈവം, ക്രിസ്ത്യാനിയുടെ ദൈവം, അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാവരുടെ ദൈവം അല്ലാഹ്. യഥാർത്ഥ ദൈവമായ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അതാണ് അതിന്റെ അർത്ഥം. നമ്മളിപ്പോ തൽക്കാലം അവിടെ നിൽക്കുക.
പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോ ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മത്ലൂബ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൂടുതൽ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇൽമുകളൊക്കെ കിട്ടും. ഞാൻ അങ്ങോട്ടിപ്പോ കടക്കുന്നില്ല. അപ്പൊ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടെ മനസ്സറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ആ ഓർമ്മയോടെ ചിന്തയോടെ അക്ഷരസ്ഫുടതയോടെ 100 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു. 70,000 പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചൊല്ലിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒപ്പം ചെല്ലണമെന്നില്ല. ഒരു 100 ദിക്ർ ചൊല്ലിക്കോളൂ, 500 ചൊല്ലിക്കോളൂ, കണക്ക് വെച്ചോളൂ, പിന്നെ 100 ചൊല്ലിക്കോളൂ, കണക്ക് വെച്ചോളൂ. അങ്ങനെ 70,000 ദിക്ർ ഈ നിയ്യത്തോടു കൂടെ. ഏത് നിയ്യത്ത്? പടച്ചോനെ, നാളെ ആഖിറത്തിൽ വരുമ്പോൾ നിന്റെ ഈ കലിമ കൊണ്ട് എനിക്ക് രക്ഷ വേണം, നിന്റെ പൊരുത്തം വേണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നിന്റെ സ്വർഗം വേണം, നിന്റെ പൊരുത്തം വേണം, നിന്റെ ലിഖാവ് വേണം. പടച്ചോനെ, നിന്റെ കലിമ കൊണ്ട് എന്ന നിയ്യത്തോടു കൂടെ 70,000 ദിക്ർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലി വെക്കണം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചൊല്ലുന്നു. പ്രതീക്ഷോട്ടെ. എനിക്കൊരു പ്രതീക്ഷ വേണം. എനിക്കൊരു ആവൃത്തി, എനിക്കൊരു പ്രതീക്ഷ വേണ്ടേ. ഞാൻ വിഴിഞ്ഞത്ര ആദരം പോയിട്ടുണ്ട്. അങ്ങനെ കുറെ അമ്മമാരൊക്കെ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സഹോദരന്മാർ അപ്പുറത്ത് പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെ എല്ലാരും ചെയ്തില്ലെങ്കിൽ ഒരു 10 ആളെങ്കിലും ചെയ്യുമല്ലോ. ഉടച്ചോനെ, നിങ്ങൾ 70,000 ചൊല്ലിയ എനിക്കും കൂട്ടി 70,000 കിട്ടിക്കോട്ടെ. അള്ളാഹ് മാഷാ അള്ളാഹ്. അവിടെ ആരോ ഒരു സുഹൃത്തുണ്ട്. അള്ളാഹ് സ്വീകരിക്കട്ടെ. സന്തോഷം. മാഷാ അള്ളാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ അത് ഞാൻ പറഞ്ഞത് ലിസാനിയായ ദിക്റാണത്, നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്ർ. ഇത് നിങ്ങൾ ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് നാവില് കലിമ വഴങ്ങും. ഇൻഷാ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് നാവില് കലിമ വഴങ്ങും. കലിമ ചൊല്ലിത്തരാൻ ആളില്ലെങ്കിൽ പോലും മലക്കുകൾ ചൊല്ലിത്തരും. ഒരാൾ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ ലഖീന മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ ആസന്ന മരണക്കാരന്റെ അടുത്ത് കലിമ ചൊല്ലിക്കൊടുക്കണമെന്നാണ്. അപ്പൊ നമ്മൾ ഒരു റൂമിൽ ഒറ്റക്ക് മരിക്കുക, അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു സ്ഥലത്ത് മരിക്കുക. എന്റെ മകളിൽ ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി മരിച്ചു. 3 ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായിരുന്നു. അപ്പൊ ഭാര്യ വഴക്കായിട്ട് ഭാര്യ തെറ്റിപ്പോയി, വീട്ടിലേക്ക് പോയി. അപ്പൊ ഇയാള് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭാര്യക്ക് വഴക്കായപ്പോ ഭാര്യ വിളിച്ചില്ല. ഇയാള് വാശിയായിരിക്കുന്നു വിചാരിച്ചിട്ട് ഭാര്യ തിരിച്ചും വിളിച്ചില്ല. യഥാർത്ഥത്തിൽ അന്ന് രാത്രി ഇയാൾ മരിച്ചുപോയി. 4 ദിവസം കഴിഞ്ഞിട്ടാണ് താങ്ങ അഴുകിയിരുന്നു. അതേ കഴിഞ്ഞ ആഴ്ച. അള്ളാഹു പുറത്തു അറിഞ്ഞില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് മരിക്കുകയാണെങ്കിലോ എന്താ ചെയ്യാ? ആരാ കലിമ ചൊല്ലിത്തരാ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരനാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കലിമ ചൊല്ലിത്തരുമല്ലാണ്. അസറായിൽ ചൊല്ലിത്തരുമല്ലാണ്. റഹ്മത്തുള്ള മലായികത്ത് കലിമ ചൊല്ലിത്തരുമല്ലാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരനായ മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എപ്പോഴും നാവിൽ തത്തിക്കളിക്കുന്ന മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭരിച്ചു വെച്ച മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് താല്പര്യവും സ്നേഹവും കൂറുമുള്ള മനുഷ്യൻ, ഈ ലക്ഷ്യത്തോട് കൂടെ നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലായികത്ത് ചൊല്ലിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം വിട്ടുതരും. അങ്ങനെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുണ്ട്. ഇത് നാവ് കൊണ്ടല്ലാത്ത ഖൽബിയായ ദിക്റുണ്ടെന്ന് മഹാന്മാര് പറയുന്നു. അഥവാ നാവ് ചലിക്കുന്നില്ല, പക്ഷെ ഖൽബിൽ എപ്പോഴും അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് ഖൽബിൽ എപ്പോഴും ഉണ്ടാവും. അൻഫാസിലുണ്ടാവും, ശ്വാസോച്ഛ്വാസത്തിലുണ്ടാവും. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിക്കുന്ന ഒരു ദിക്റാണ്. ഈ പ്രസംഗിക്കുന്ന ദിക്ർ കൂടാതെ എന്റെ ഈ പ്രസംഗത്തിനിടയ്ക്ക് ഇപ്പൊ ഞാനിത് പറയുന്നത് കൊണ്ട് എന്റെ അൻഫാസിലൂടെ അന്ന് നടക്കും. ശ്വാസം വലിച്ചു വിടുമ്പോ അല്ലാഹ്
അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ശ്വാസം മേൽപോട്ട് പൊങ്ങുമ്പോൾ അല്ലാഹ്, താഴോട്ട് വിടുമ്പോൾ അല്ലാഹ്, എപ്പോഴും അല്ലാഹ്. ഇനി നാളെ സക്കറാത്തിന്റെ ഹാളിൽ കിടക്കുമ്പോ, വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുമ്പോ അല്ലാഹു അങ്ങനത്തെ അവസ്ഥ നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. അങ്ങനെ ആകണമെങ്കിൽ പോലും ആ സമയത്തുള്ള ശ്വാസം ഇങ്ങനെ തള്ളി തള്ളി വരുമ്പോ, ആ തള്ളി വരുന്ന ശ്വാസത്തിലും അല്ലാഹു 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 അല്ലാഹ്. അങ്ങനെ അൽഫാസിലൂടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ അല്ലാഹു നടക്കണം. മനസ്സിൽ അല്ലാഹു ഉണ്ടാകണം, അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുക എന്ന് പറയുന്നത്, അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത് കേട്ടോ. നിങ്ങൾ കാണുന്ന ഈ ദുനിയാവിന്റെ പളപളപ്പല്ല, ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളല്ല, ഈ ദുർനാവിലെ വർണ്ണ ശബരിമയല്ല, ഇവിടെയുള്ള വലിയ വലിയ കൊട്ടാരങ്ങളല്ല, ഈ ദുനിയാവിൽ കാണുന്ന ഈ വർണ്ണ ശബരിമയല്ല, നീങ്ങിപ്പോകുന്ന നിഴലുകളാണ്. ഇതെല്ലാം വഞ്ചനാത്മകമായ നിഴലുകളാണ്, കുറച്ചു കാലം മാത്രമുള്ളതാണ്. അതേ സമയത്ത് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് അതേ നാളെ ആഖിറത്തിലുള്ള ജീവിതമാണ്. ആഖിറത്തിലുള്ള ജീവിതം സാർത്ഥമാക്കാനുള്ള മാർഗം വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ ചിന്തയാണ് വലുത്, അല്ലാഹുവിന്റെ നാമമാണ് വലുത്, അല്ലാഹുവിന്റെ സ്മരണയാണ് വലുത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അതുണ്ടാകണമല്ല. വണ്ടി ഓടിക്കുമ്പോഴും ഉണ്ടാകണമല്ല, ജോലി എടുക്കുമ്പോഴും ഉണ്ടാകണമല്ല, സഹോദരിമാരടുക്കളയിൽ പണിയെടുക്കുമ്പോഴുമല്ല, ഏത് ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോഴുമല്ല, മത്സ്യബന്ധനത്തിന് വേണ്ടി ബോട്ടുമായിട്ട് അതേ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ, കടലിലേക്ക് ഇറങ്ങിയാൽ, തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട തൊഴിലാളികളെ, നിങ്ങളുടെ ബോട്ടുമായിട്ട് പോകുമ്പോഴും അല്ലാ നിങ്ങളുടെ വലയിലേക്ക് മീൻ കൊണ്ടുവരുന്നവനല്ല, ആ കടലിലുള്ള മത്സ്യങ്ങളെ സൃഷ്ടിച്ചവനല്ല, അവർക്ക് ഭക്ഷണം നൽകുന്നവനല്ല. കടലിലുള്ള നീലത്തിമിംഗലം ഒരു ദിവസം 3600 കിലോഗ്രാം ഭക്ഷണം കഴിക്കുമെന്ന 3600 കിലോഗ്രാം ഭക്ഷണം ഒരു നീലത്തിമിംഗലം ഒരു ദിവസം കഴിക്കുമല്ല. സുബ്ഹാനല്ലാഹ്, എത്ര തിമിംഗലങ്ങളാണ്. ഒരു തിമിംഗലത്തിന്റെ ഭക്ഷണം 3600 കിലോഗ്രാം ആണെങ്കിൽ, അങ്ങനെ നൂറുകണക്കിന് തിമിംഗലങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോഗ്രാമുകൾ ഭക്ഷണം കൊടുക്കുന്ന റാസിക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും സദാ ഉണ്ടാകണം പോലെ ഏത് സമയത്തും അല്ലാഹ് എന്ന ഓർമ്മയുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ച പിന്നെ അവിടെയും ഇവിടെയും തട്ടിത്തിരിഞ്ഞു നിൽക്കരുത്, പിന്നെ കട തുറന്നു വെക്കരുത്, പിന്നെ നിങ്ങൾ പണിയെടുക്കരുത്, പിന്നെ നിങ്ങൾ ജോലി എടുക്കരുത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ നിർത്തിയേക്കണം. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വേഗം തന്നെ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണമേ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഖുത്ബ ഹതീബ് നിർവഹിക്കുന്നത് ദിക്റാണ്, അതിനുശേഷമുള്ള പ്രാർത്ഥന ദിക്റാണ്, അതിനുശേഷമുള്ള ജുമുഅ നമസ്കാരം ദിക്റാണ്. ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന തസ്ബീഹാത്തുകളും ദുആകളും ദിക്റാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, വെള്ളിയാഴ്ച ജുമുഅ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചു കൊള്ളുക, നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിക്കൊള്ളുക, വെള്ളവുമായിട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ കച്ചവടത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് ഓഫീസിലേക്ക് പോയിക്കൊള്ളുക, വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോയിക്കൊള്ളുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ, നിങ്ങളുടെ മേഖലകളിൽ, നിങ്ങളുടെ ഓരോ മാർഗങ്ങൾ നിങ്ങൾ
വ്യാപൃതരായിക്കൊള്ളുക. പക്ഷെ അപ്പോഴും ഖുർആൻ പറഞ്ഞു നിങ്ങൾ വള്ളവുമായിട്ടിറങ്ങിയാലും ബോട്ടുമായിട്ടിറങ്ങിയാലും, നിങ്ങൾ കട തുറന്നു വെച്ചാലും, നിങ്ങളെ ഓഫീസിലേക്ക് കയറിയാലും, നിങ്ങൾ അധ്യാപനം നടത്തുമ്പോഴും, സഹോദരിമാരെ അടുക്കളയിൽ ജോലി എടുക്കുമ്പോഴും, കുഞ്ഞുങ്ങളെ താരാട്ട് പാട്ട് പാടുമ്പോഴും, എല്ലാ സമയത്തും നിങ്ങളുടെ മനസ്സിനകത്ത് അല്ലാഹു വേണമോ, നിങ്ങളുടെ കൽബിൽ അല്ലാഹു വേണമോ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ആദ്യം പറഞ്ഞ ദിക്ർ ലിസാനിയായ ദിക്റാണ്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ആണുങ്ങൾ പള്ളിയിലേക്ക്, പെണ്ണുങ്ങൾ വീട്ടിൽ. പെണ്ണുങ്ങളെ വീട്ടില്, പെണ്ണുങ്ങളെ പള്ളിയിലില്ലല്ലോ. പെണ്ണുങ്ങളെ വീട്ടില് ലോഹനസ്കാരത്തിലേക്ക് കിടക്കണം, അൽക്കഹഫ് പോകണം, സ്വലാത്ത് ചെല്ലണം. അല്ലെ, അത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞതല്ലോ. അൽക്കഹഫും സ്വലാത്തും മറ്റധികാരികളും ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഫസ്അഉ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയിലേക്കൊന്നും പോകരുത്. ഉടനെ നിങ്ങൾ നിക്കറിലേക്ക്, ആ നിക്കർ വേറെ. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപരിച്ചുകൊള്ളൂ. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഫദ്ല് തേടിക്കൊള്ളൂ, കച്ചവടം നടത്തിക്കൊള്ളൂ, മീൻ പിടിച്ചുകൊള്ളൂ, മീൻ വിറ്റുകൊള്ളൂ, എന്ത് ചെയ്തോളൂ. പക്ഷേ അപ്പോഴും നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണം കേട്ടോ. കടലിൽ പോകുമ്പോഴും ഓർക്കണം, മീൻ വെക്കുമ്പോഴും ഓർക്കണം, കട തുറന്നു വെക്കുമ്പോഴും ഓർക്കണം. എപ്പോഴും ഉള്ളിന്റെ ഉള്ളില് അല്ലാഹ് 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 ഉള്ളിലുണ്ടാവും. അല്ലാഹ് മനസ്സിലുണ്ടാവുമ്പോ കച്ചവടത്തിൽ സത്യസന്ധത ഉണ്ടാവും, കൃത്രിമത്വം കാണിക്കില്ല. അപ്പൊ ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത, അതാണ് നമ്മുടെ വിഷയം. അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് നമ്മുടെ കൽബ് അള്ളാഹു തുറന്നു തരട്ടെ. അപ്പൊ ഈ മനസ്സിനകത്ത് ഈ ഒരു ചിന്തയും ഈ ഒരു ബോധവും ഈ ഒരു തിരിച്ചറിവ് എപ്പോഴുണ്ടാകണം. അങ്ങനെ നമ്മുടെ ബോധ മനസ്സിലും നമ്മുടെ ഉപബോധ മനസ്സിലും കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അല്ലാഹു ഉണ്ടാകണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ചുണ്ടിന് വായിൽ വരണം അൽഹംദുലില്ലാ. ഉറക്കത്തിൽ നിന്നേറ്റ് എന്താ പറയാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ ഇലൈഹി നുശൂർ. ഇനി അത് മുഴുവൻ പറയാൻ അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാ. ഉപബോധ മനസ്സിലും കൂടെ വരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ. അപ്പോൾ സക്കറാത്തിന്റെ ഹാലിൽ മോഹാലസ്യം ഉണ്ടാവും. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന വ്യക്തിക്ക് മോഹാലസ്യം ഉണ്ടാകുന്ന. ഞാൻ അടുത്ത അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചു. വാട്ട് ഈസ് ഡെത്ത്, എന്താണ് മരണം. മരണം എന്താണ് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ ഇന്നും സയൻസ് ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവര് പറയുന്നുണ്ട് മരിക്കുന്ന സമയത്ത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ മരിക്കുന്ന ഈ മനുഷ്യന് ഒരു സാധാരണ മൂഡല്ല, സാധാരണ ഒരു കോൺഷ്യസ് മൈൻഡ് അല്ല, ഒരു അൺകോൺഷ്യസ് ആയ അവസ്ഥയാണ്. മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പായിട്ട് ഒരു മോഹാലസ്യം, ഒരു ബോധക്ഷയം എല്ലാവർക്കും വരുന്നതാണ് പറയുന്നത്. എന്റെ അനുഭവത്തിൽ ഉണ്ടത്, എനിക്കല്ല. എന്റെ ഒരു പ്രിയപ്പെട്ട വല്യമ്മ 2 കൊല്ലം മരിച്ചുപോയി. മരിക്കണതിന്റെ 1 മണിക്കൂർ മുമ്പ് ഒരു ബോധക്ഷയം ഉണ്ടായി. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു കുഴപ്പമില്ല, ബോധം തെളിഞ്ഞു, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അയാൾ മരിച്ചുപോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഈ മോഹാലസ്യം വരും. അല്ലാഹുവിന്റെ റസൂൽ എന്തായാലും പറയുന്നുണ്ട്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നിങ്ങളൊന്ന് സലാത്തിന്റെ ഇലവാണോ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അമ്പിളിക്കല പോങ്കിങ്ങളെ മുഹമ്മദ് മുസ്തഫ മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ മദീന മലർവനയിൽ അന്ത്യവിശ്രമം കൊള്ളും ഞങ്ങളുടെ മുത്തുനബിയെ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ 12ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ റബീഉൽ അവ്വൽ
മക്കയുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നത് റബീഉൽ അവ്വലിനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വലിനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വഹി ആരംഭിക്കുന്നത് റബീഉൽ അവ്വലിനാണ്. ആദ്യത്തെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സന്ദേശം കിട്ടിയത് റമളാനിലാണ്, ശരിയാ. പക്ഷേ വഹിയുടെ തുടക്കം നടക്കുന്നത് റബീഉൽ അവ്വലിനാണ്. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യരല്ല എന്ന് ഹബീബായ നബി തങ്ങളുടെ ജീവിതം മൊത്തം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം മുഴുവൻ പ്രത്യേകതകളും അത്ഭുതങ്ങളും നിറഞ്ഞതായിരുന്നു. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന്റെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകുമ്പോൾ ഹബീബായ നബി തങ്ങൾ പള്ളിയോട് ചേർന്നുള്ള ഹുജറത്തു ശരീഫയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പതുക്കെ വിരിനീക്കിയിട്ടൊന്ന് നോക്കിയത്രേ. ഹബീബായ നബി തങ്ങൾ വിരിനോക്കുന്നത് ഒരു അനക്കം കണ്ടപ്പോൾ സഹാബാക്കളെ നിസ്കാരത്തിലാ. പക്ഷേ നിസ്കാരത്തിലാണെങ്കിലും ആരാണ് പടച്ചവനെ നോക്കുന്നത്? ആരാണ് പടച്ചവരെ വരാൻ ശ്രമിക്കുന്നത്? ആരംഭ റസൂലിന്റെ വിയോഗത്തിൽ ആരംഭ റസൂലുള്ളാഹി അസുഖത്തിൽ സഹാബാക്കളെല്ലാം വലിയ ദുഃഖത്തിലാ. പലരും പള്ളിയിൽ തന്നെ തടിച്ചുകൂടിയിരുന്ന് കരച്ചല. ഹബീബായ നബി തങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം കൊണ്ട് അവരെ നിസ്കാരത്തിൽ നിന്ന് പുറകിലേക്ക് മാറുമോ എന്നവരെ ചിന്തിച്ചു പോയി. ഹബീബായ നബി തങ്ങൾ നിസ്കാരം തുടരാൻ ആംഗ്യം കാണിച്ചു, സൂചന കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ തന്നെ കിടന്നാണ് നമസ്കരിച്ചത്. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ചില ആശ്വാസമുണ്ട്, അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് പുറത്തു പോകാം, വീട്ടിൽ നിന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് സഹാബാക്കളൊക്കെ പള്ളിയിൽ നിന്ന് പലരും പിരിഞ്ഞു പോയി. ആ സമയത്താണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്റെ മോളെ വിളിക്കൂ, ആയിഷ എന്റെ മോളെ കാണണം എനിക്ക്, ഫാത്തിമായ കാണണം എനിക്ക്. ഈ വാത്സല്യ പിതാവും ഈ പൊന്നുമോളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമായിരുന്നു. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്റെ മകളുടെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ ഈ ബന്ധത്തിന്റെ ഈ സ്നേഹത്തിന്റെ ഊഷ്മളമായ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു പെൺകുഞ്ഞ് ജനിക്കണേ തമ്പുരാനെ എന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ നീ എനിക്ക് സന്തതികളെ തരണം, സാലിഹീങ്ങളായ മക്കളെ തരണം. ആദ്യമായിട്ട് നീ തരുന്ന മോളൊരു മോളായിരിക്കണം പടച്ചവരെ, അതൊരു ഫാത്തിമയായിരിക്കണം പടച്ചവരെ എന്ന് റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു. ആദ്യമായിട്ട് അല്ലാഹു എനിക്ക് ഫാത്തിമായ തന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കാണണമെന്ന താല്പര്യം റസൂലുള്ളാഹി പ്രകടിപ്പിച്ചപ്പോൾ ഫാത്തിമ ബീവിയെ വിളിപ്പിച്ചു. ഫാത്തിമ ബീവി വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ പൊന്നുമോള് കടന്നു വരുമ്പോൾ ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് ചെന്ന് ഫാത്തിമായ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. വാപ്പമാര് മാതാപിതാക്കള് മക്കൾക്ക് ഉമ്മ കൊടുക്കേണ്ടത് നെറ്റിയിലാണ്. അതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഉമ്മ കൊടുക്കാറുണ്ട്. അങ്ങനെ ഉമ്മ കൊടുക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പറ്റുന്നില്ല. അന്നേരത്തെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഉദുനു മിന്നി യാ ഫാത്തിമ, ഉദുനു മിന്നി യാ ഫാത്തിമ, ഒന്നിങ്ങടുത്ത് വരൂ മോളെ, ഒന്നിങ്ങടുത്ത് വരൂ എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ അടുത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ തോളിലൂടെ കൈയിട്ടിട്ട് ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഫാത്തിമ ബീവിയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി കണ്ടപ്പോൾ കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു സ്വകാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ പ്രസന്നവദനയായി സന്തോഷവതിയായി. പിന്നീട് ആയിഷ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ ഉപ്പ സ്വകാര്യം പറഞ്ഞത്? ഫാത്തിമ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറഞ്ഞത്, മോളെ ഉപ്പ വേർപിരിയാൻ പോവുകയാണ്, ഈ ലോകത്ത് നല്ല വിട പറയാൻ പോവുക
നോക്കുകയാണ്. മോളെ എന്ന സന്ദേശമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എപ്പോഴാണ് കരഞ്ഞത്? പിന്നെ രണ്ടാമത് എന്നോട് സ്വകാര്യം പറഞ്ഞത്, മോളെ കരയല്ല ഫാത്തിമ, എന്റെ പൊന്നുമോള് കരയരുത് ഫാത്തിമ. ഞാൻ മരിച്ചാലും ഉപ്പ പോയാലും ഉപ്പയുടെ കൂടെ ആദ്യമായി വന്ന് ചേരുന്നത് എന്റെ മോളാണ് ഫാത്തിമ എന്നാണ് എന്റെ ഉപ്പയോട് പറഞ്ഞത്. അപ്പോഴാണ് ഉമ്മ ഞാൻ ചിരിച്ചത്. എന്റെ ഹബീബായ ഉപ്പയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമോ എന്നെനിക്ക് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഹബീബായ ഉപ്പയില്ലാതെ എന്റെ ഹബീബായ നബി തങ്ങളാകുന്ന അല്ലാഹുവിന്റെ റസൂലാകുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്റെ ഉമ്മ ഖദീജ വഫാത്തായപ്പോഴും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ വാത്സല്യനിധിയായ ഉപ്പ, എന്റെ പൊന്നുപ്പ, ആ പൊന്നുപ്പാടെ വേർപാട് എനിക്ക് ത്യാഗാൻ പറ്റുന്നതല്ല. ആ ദുഃഖത്താലാണ് ഞാൻ കരഞ്ഞു പോയത്. പിന്നീട് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, മോളെ കരയരുത്, എന്റെ മോള് ഉടനെ തന്നെ എന്റെ കൂടെ വന്ന് ചേരൂ, നമ്മൾ അധികം വൈകാതെ സന്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി ഉമ്മ. അപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ബേബി ഫാത്തിമ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മാറി നിന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, തിരുമിന്നി ആയിഷ, ഒന്നിങ്ങടുത്ത് വരൂ ആയിഷ. ആയിഷ ബീവി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ റസൂലുള്ളാഹിയുടെ ശിരസ്സെടുത്ത് മടിയിൽ വെക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുഖവും ശരീരവും ആയിഷ ബീവി തടവി കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് റസൂലുള്ള പറയുന്നുണ്ട്, ആയിഷ ഇല്ലലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ. മരണത്തിലെ സക്കറാത്ത് ഒരു വല്ലാത്ത സക്കറാത്ത് തന്നെയാണ് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ. ആയിഷ ബീവി പറയുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മോഹാലസ്യം വന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോഹാലസ്യത്തിലായി കുറച്ചു നേരം അങ്ങനെ കഴിയുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വരുന്നത്. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ അവരെടുത്ത വിരലുകൾ വാനലോകത്തേക്ക് ഇങ്ങനെ ഉയർത്തുകയാണ്. വലത്തെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറയുന്നുണ്ട്. ഞാൻ എന്റെ കാത് കൂർപ്പിച്ച് വെച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർ-റഫീഖൽ അഅ്ലാ അർ-റഫീഖൽ അഅ്ലാ. അത്യുന്നതനായ നാഥാദിന്റെ സഹവാസമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹോന്നതനായ റബ്ബേ, നിന്റെ സാന്നിധ്യമാണ് പടച്ചവനെ ഞാൻ കൊതിക്കുന്നത്. നിന്റെ സാമീപ്യമാണ് അല്ലാഹുവേ ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ സാമീപ്യത്തിലേക്ക് എനിക്ക് വരണം തമ്പുരാനെ എന്നർത്ഥത്തിൽ റഫീഖൽ അഅ്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. ഫസഖത യദുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയങ്ങ് വീണു. വസഖുല റസൂൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹുജ്രി. എന്റെ മടിയിൽ കിടക്കുന്ന ഹബീബായ നബി തങ്ങളുടെ ശിരസിന് വല്ലാത്ത ഭാരം വന്നു. ഫറത്തു അന്നഹു തുഫിയ. എനിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു വന്ന്. ആയിഷ ബീവി പറയുന്നു, ഞാൻ മെല്ലെ റസൂലുള്ളാഹിയുടെ ശിരസ്സെടുത്ത് താഴെ വെച്ചു. എന്നിട്ട് ഞാൻ പള്ളിയിലേക്കുള്ള വിരി നീക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ സ്വഹാബ റസൂലില്ലാഹ് ലഖദ് തുവഫിയ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പോയി മക്കളെ, റസൂൽ പോയി മക്കളെ, റസൂൽ വിട പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനങ്ങ് മാറി നിന്നു എന്ന് ബീവി ആയിഷ. ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും വഫാത്തിന്റെ മുമ്പായിട്ടൊരു മോഹാലസ്യം ഉണ്ടായി പോയിട്ടുണ്ട്. ഒരു പ്രത്യേകമായ അവസ്ഥയാണ് മരണത്തിന്റെ അവസ്ഥ. അല്ലാഹു നമുക്ക് സക്കറാത്ത് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന് ഓർമ്മ വന്നപ്പോൾ അല്ലാഹു
അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ പറഞ്ഞത് അർ-റഫീഖൽ അഅ്ലാ. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള പ്രത്യേകതയാ. സാധാരണ റസൂലുള്ള അല്ലാത്ത എല്ലാ മനുഷ്യർ അവസാനമായി പറയുന്നതും പറയേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ റസൂലുള്ള അവസാനമായി പറഞ്ഞത് അർ-റഫീഖൽ അഅ്ലാ എന്ന വാക്ക് പറഞ്ഞിട്ട് റസൂലിന്റെ കയ്യങ്ങ് വീണൂന്ന. നമുക്കും സക്കറാത്തിന്റെ ഹാലില് ബോധക്ഷയുണ്ടാവും, ചിന്താശേഷി നഷ്ടപ്പെടും, ബോധം നഷ്ടപ്പെടും, പരിഭ്രമാവസ്ഥയുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലാഹ് ഉണ്ടായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥയിലും വരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം. ആമീൻ. ഇങ്ങനെ മരിക്കണം, ആണ് സൗഭാഗ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇലാഹിയായിരിക്കുന്ന ഈ ചിന്തയുണ്ടല്ലോ, ഇലാഹിയായ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിന്റെ മർമ്മമായിരിക്കണം എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ ആകത്തുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സെൻട്രൽ ഫോക്കസായി മാറിയാൽ, ആദ്യം അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാകുന്നതിന്റെ തെളിവ്, ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അല്ലാഹ് എന്നായിരിക്കുന്ന. ഒരു കച്ചവടക്കാരാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങളായിരിക്കും, അല്ലെ? പൈസയുടെ കണക്കുണ്ടാവും, സാധനങ്ങളെ പറ്റി പറയും. ഒരു തൊഴിലിടത്തിൽ തൊഴിലെടുക്കുന്ന മനുഷ്യരാണെങ്കിൽ അയാളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അയാൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പറയുന്നുണ്ടാവുക. പക്ഷേ ഈ തൊഴിലും ജോലിയോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ പ്രധാനമായിട്ട്, ഇതിനിടയിലൊക്കെ അള്ളാഹുവിനെ പ്രധാനമായിട്ട് കാണുന്നൊരു മനുഷ്യനാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുമെന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദിക്റുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. ജീവിതത്തിൽ ആകെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും, അതിനെന്താ പരിഹാരം? ദിക്റല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദേ, ഞാൻ 100 1000 ചൊല്ലി ഒരു സമാധാനം കിട്ടണില്ല, കൂടുതൽ ടെൻഷനാണ്. അങ്ങനെ ചിന്തിയാതൊന്നും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ചെല്ലാനല്ലേ ഈ പറയുന്നത്. അള്ളാനെ മനസ്സിലാക്കണം. അള്ളാനെ മനസ്സിലാക്കിയിട്ട് കൽബിൽ അല്ലാഹ് ഉണ്ടാവണം. അള്ളാനെ മനസ്സിലാക്കിയിട്ട് കൽബിൽ അല്ലാഹ് ഉണ്ടാവണം. അള്ളാനെ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കണം. വയനാട് ദുരന്തം നടന്നപ്പോഴേ, വയനാട് ദുരന്തം നടന്നില്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ദുരന്തം നടന്നപ്പോ അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയ ഒരു ടീം, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ പോയിരുന്നു. അവരുടെ സംഘടനയുടെ ആൾക്കാരാണ്. അങ്ങനെ അവരവിടെ ഒരു ക്യാമ്പ് ചെയ്തിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ അതിൽ എന്റെ സുഹൃത്ത് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അവിടെ ഈ വലിയ ദുരന്തം നടന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ടു. മാപ്പായെ നഷ്ടപ്പെട്ടവർ, ഉമ്മയെ നഷ്ടപ്പെട്ടവർ, ഭാര്യയെ നഷ്ടപ്പെട്ടവർ, ഭർത്താവിനെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട, അതിന് പുറമെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും വലിച്ചുപോയി. ഓ, എന്തൊരവസ്ഥയാണതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? മുഴുവൻ വലിച്ചുപോയി. ആ ഒരു ഇൻസിഡന്റിൽ, ആ ഒരു ദുരന്തത്തിൽ മരവിച്ചുപോയ മനസ്സുമായിട്ട് കഴിയുന്ന ആൾക്കാര്, അതിലെല്ലാ സുഹൃത്തുക്കളെ പറയുന്നു, 2 തരം ആൾക്കാരെ അവിടെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. 2 തരം. അതിലൊരു ഡോക്ടറാണ് എന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞത്. 2 തരം ആൾക്കാരുണ്ട്. അതിൽ ഒരു വിഭാഗം ആൾക്കാർ മൊത്തത്തിൽ അവർക്ക് മരവിപ്പുണ്ട്. നമ്മളീ പുറത്ത് അവരിങ്ങനെ വല്ലാതെ കരയുന്നതല്ല, കാരണം മരവിച്ചു പോയിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ പെട്ടെന്നൊരു മരവിപ്പ് വരുമല്ലോ, അല്ലെ? എന്ന് പറഞ്ഞ പോലെ അവരുടെ തലച്ചോറിനേറ്റ, അവരുടെ മനസ്സിനേറ്റ മുറിവ് കൊണ്ട് അവരുടെ മനസ്സ് മരവിച്ചു പോയതുകൊണ്ട്
നിലവിലിപ്പോൾ അവർ ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നത് കൊണ്ട് അവരിപ്പോ വല്ലാത്ത ദുഃഖം അവർക്കുണ്ടെങ്കിലും ദുഃഖത്തിന്റെ തീഷ്ണത അവർ അറിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ്, ഈ മരം വിപ്പി മാറുമ്പോഴാണ്, സർജറി കഴിയുമ്പോ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള അനസ്തേഷ്യയുടെ ഡോസ് പോകുമ്പോഴാണ് വേദന അറിയാന്ന് പറഞ്ഞ പോലെ ഈ മരവിപ്പ് മാറുമ്പോഴായിരിക്കും ഉസ്താദെ അവർക്ക് ദുഃഖം അറിയുക എന്ന സുഹൃത്ത് ഡോക്ടറിനോട് പറയണ്ടേ. ശരിയാണോ? പക്ഷെ ഇങ്ങനെയൊക്കെ ആയപ്പോഴും അതിൽ ചില ആൾക്കാര് ഇത് അള്ളാന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ആശ്വസിച്ച് സമാധാനത്തോടു കൂടെ പടച്ചോനെ നാളെ ആഖിറത്തിലെങ്കിലും പ്രതിഫലം തരണേ പടച്ചോനെ എന്ന് ആഗ്രഹിച്ച് സമാധാനത്തോടെ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞു, കുറച്ച് ചെറുപ്പക്കാരാ. അതില് ചില ആളുകൾക്കൊക്കെ അവിടെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. റിസോർട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇവിടെ റിസോർട്ട് ഉണ്ടോ? വിഴിഞ്ഞം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഉണ്ടോ അവിടെ അടുത്തുണ്ട്? ഈ വയനാട്ടിൽ ഇഷ്ടംപോലെ റിസോർട്ടുകളാണ്. റിസോർട്ട് എന്ന് പറഞ്ഞാല് എല്ലാം ഉണ്ട് അവിടെ എന്നാ പറയണത്. എല്ലാം ഉണ്ട്, എന്റെ സുഹൃത്തുക്കളും പറയണം, എല്ലാം ഉണ്ട്. ഇപ്പോഴും അവിടെ അതിന്റെ പരിസരത്ത് ഇതിന് നഷ്ടപ്പെടാത്ത ചില റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളിൽ ഇപ്പോഴും തോന്നിയാസം നടക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ റിസോർട്ടുകൾ നഷ്ടപ്പെട്ട ചില ചെറുപ്പക്കാര് അവരെ ക്യാമ്പിനകത്തുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്ക് വിളിച്ചപ്പോ ഇവര് പറഞ്ഞു അത്ര നമുക്ക് പള്ളിയിലേക്ക് പോവാം എന്ന് പറഞ്ഞപ്പോ ഇതിൽ ചില ചെറുപ്പക്കാർ പറഞ്ഞതേ പള്ളി നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഉപകാരത്തിനൊക്കെ വളരെ നന്ദി, താങ്ക് യു, പള്ളിയിലേക്ക് വിളിക്കരുത്, പള്ളിയോട് നമുക്ക് താല്പര്യമില്ല. എന്ത് ക്രൂരതയാണ് പടച്ചനെ കാണിച്ചു കൂട്ടിയത്, എന്ത് ക്രൂരതയാണ് പടച്ചനെ കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് അങ്ങനത്തെ പടച്ചനോട് തിങ്ങി പൊരിഞ്ഞാൽ എന്ത് തുറക്കാൻ, എന്ത് പറയാ, രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? അതൊരു സമീപനാണ്. നേരെ മറിച്ച് വേറൊരു സമീപനത്തിന്റെ ആൾക്കാരോടുണ്ട്. അല്ലാഹുവേ, നിന്റെ പരീക്ഷണമാണോ, നിന്റെ ശിക്ഷയാണോ, പ്രകൃതിയുടെ വികൃതിയാണോ, ഇതൊന്നും എനിക്കറിയില്ല. മാഷാ അല്ലാഹു ഖാൽ. അല്ലാഹുവേ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു പോയി. നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല, നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി നാഥാ. നുറുങ്ങുള്ള വേദന മനസ്സിലുള്ള അല്ലാ, ക്ഷമ തരണേ അല്ലാ. ഇതിനൊക്കെ പ്രതിഫലമായ നാളെ പരലോകത്ത് സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ, ആശ്വസിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികൾ അവർക്ക് ഇൻഷാ അല്ലാഹ് പടച്ചവന് സമാധാനം കൊടുക്കും. നാളെ ഉന്നതമായ പ്രതിഫലവും അവർക്ക് പകരമായിട്ട് അല്ലാഹു കൊടുക്കും. അതേ സമയത്ത് പടച്ചവന്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യുന്നവൻ, പടച്ചവന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യുന്നവൻ, പടച്ചവന്റെ ആസിക്കത്തെ നിഷേധിക്കുന്നവൻ, അവനെ ഈ പരീക്ഷണത്തിലൂടെ അല്ലാഹു വേർതിരിക്കാനാ. ആരാണ് സത്യമുള്ളവരെന്നും ആരാണ് നിഷേധിയെന്നും വേർതിരിക്കാൻ വേണ്ടി കൂടിയുള്ള പരിപാടി ആയിരിക്കാമത്. അതേ, ഞാൻ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ. കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിൽ പറയാം. നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ പഠിച്ചു കേട്ടു. അതിലയാൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒന്ന് സ്വലാത്ത് ചൊല്ലിക്കോട്. മുഹമ്മദുൽ സയ്യിദുൽ കൗലൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി ബിൽ ഉർബിൽ വബിൽ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദാ محمد الزينة الدنيا وبهجتها محمد الكاشف الظلمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നു, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും മുഹൂർത്തങ്ങളൊക്കെ വളരെ കുറവായിരുന്നു.
കൂടുതൽ ദുഃഖങ്ങളായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ മതിക്കുന്ന ഒരു ചിന്ത, മുഹമ്മദ് എന്ന് പറയുന്ന 6 വയസ്സുള്ള ബാലനുമായിട്ട് തന്റെ മാതാവ് ആമിന മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മാതാവ് മരണപ്പെടുകയും മാതാവില്ലാതെ തനിച്ച് ഒറ്റയ്ക്ക് മക്കത്തേക്ക് ഉമ്മു ഐമന്റെ കൂടെ തിരിച്ചു പോരുകയും ചെയ്യുന്ന 6 വയസ്സുകാരനായ മുഹമ്മദ് എന്ന കുരുന്നു ബാലന്റെ മനസ്സിന്റെ വേദന ആലോചിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ക്ലിപ്പ് ഒരാളെ അയച്ചതാണ്. അപ്പൊ ഞാൻ കേട്ടപ്പോ ഈ സംഗതി ഞാൻ കേട്ടു. അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ശരിയാണല്ലോ പ്രസംഗം. അദ്ദേഹം പറയുന്ന പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല, ദുഃഖങ്ങളാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഗർഭിണിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു പോയിരുന്നു. ഹബീബായ നബി തങ്ങൾ ജനിക്കുമ്പോൾ വാപ്പ മരിച്ചു പോയിരുന്നു. ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു പോരുമ്പോഴാ വഴിയിൽ വെച്ച് അബ്ദുള്ള മരണപ്പെടുന്നത്. മദീനയിലാണ് അബ്ദുള്ളയുടെ ഖബറുള്ളത്, മദീനക്കടുത്ത. വാപ്പായുടെ മുഖം കാണാതെ ജനിച്ച വീണ വളർന്ന കുഞ്ഞുമോൽ മുഹമ്മദ് മുസ്തഫ 6 വയസ്സ് വരേക്കും ഉമ്മയുണ്ട്. ഉമ്മയുടെ കൂടെ ജീവിച്ച് ഉമ്മയുടെ കൂടെ 6ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോവുകയുണ്ടായി. മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞുമോനുമായിട്ട് ഉമ്മാമിന ബീവി. കാരണം അവിടെയാണ് ഉപ്പായുടെ ഉമ്മാടെ കുടുംബമുള്ളത്. അബ്ദുള്ളയുടെ ഉമ്മാടെ കുടുംബം മദീനത്താണ്. അഹ്വാലുകൾ മാമന്മാരവിടെയുണ്ട്. മോനൊരു സന്തോഷമാകട്ടെ. എല്ലാ അറബികൾ കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളാ. പണ്ടേ ജാഹിലിയ കാലത്ത് തന്നെ അങ്ങനെ ആമിന ബീവി 6 വയസ്സുള്ള മോനെയും കൂട്ടിയിട്ട് ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമസ്ത്രീയെയും കൂട്ടിയിട്ട് 3 പേരും കൂടെ മദീനയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ അപ്പുറത്താണ് മദീനയുള്ളത്. അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. റസൂലുള്ളാഹിക്ക് ഭാവിയിൽ ഹിജ്റ വരാറുള്ള സ്ഥലമാണ്. അവിടേക്ക് വന്നിട്ട് വാപ്പായുടെ അമ്മാവന്മാരെല്ലാം കണ്ടിട്ട് 1 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മദീനയിൽ നിന്ന് കുറച്ചു ദൂരം പിന്നിട്ടതേയുള്ളൂ. ആമിന ബീവിക്ക് കലശലായ പനിയുണ്ടായിരുന്നു. കുറച്ചങ്ങ് പോയപ്പോൾ ആമിന ബീവിക്ക് പനി കൊണ്ട് ക്ഷീണം വന്ന ഒരു താഴ്വാരത്തിലിരിക്കുകയാണ് ആമിന. അല്ലാഹുവിന്റെ റസൂലാകുന്ന പൊന്നുമോൽ 6 വയസ്സുള്ള കുഞ്ഞുമോൽ കൂടെയുണ്ട്. പിന്നെയുള്ളത് ഉമ്മു ഐമനാണ്. ആമിന ബീവി വല്ലാതെ തളർന്നു പോയി. ആമിന ബീവിക്ക് മനസ്സിലായി ഇനി അധികകാലം മുന്നോട്ട് പോകില്ല, ഇനി അധിക സമയം മുന്നോട്ട് പോകില്ല. പൊന്നുമോനാകുന്ന മുഹമ്മദിന്റെ കൈ പിടിച്ചിട്ട് ഉമ്മു ഐമന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആമിന എന്ന വാത്സല്യ ഉമ്മ. എന്നിട്ട് പറഞ്ഞു, ഉമ്മു ഐമനെ എന്റെ പൊന്നുമോനെ അവന്റെ വല്യപ്പായ ഏൽപ്പിക്കണം. ഉമ്മു ഐമനെ വാപ്പയില്ലാത്ത മോനല്ലേ, വാപ്പയില്ലാതെ യതീമായിട്ട് വളർന്ന മോനല്ലേ. മാതാവാകുന്ന ഞാനും അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉമ്മു ഐമനെ ഒരു കാര്യമുണ്ട്, തറക്കത്തു ഖൈറാവ വലത്തു തുഹറാ. ശുദ്ധനായൊരു മോനെ, പരിശുദ്ധനായൊരു മോനെയാണ് ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നത്. വലത്തു തുഹറാ, പരിശുദ്ധനായൊരു മോനെയാണ് ഞാൻ സമൂഹത്തിന് നൽകുന്നത്, ഞാൻ പ്രസവിച്ചിരിക്കുന്നത്. വൈലീല മയ്യത്തുൽ, ഞാൻ മരിക്കാൻ പോവുകയാണ് ഉമ്മു ഐമനെ. പക്ഷേ എല്ലാ സ്മരണകൾ, എന്റെ ഓർമ്മകൾ എന്നുമെന്നും നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഉമ്മു ഐമനെ. 6 വയസ്സുള്ള മോനാണെന്റെ പൊന്നുമോൻ മുഹമ്മദ്. ആ മുഖകമലത്തിലേക്കൊന്ന് നോക്കും ഉമ്മു ഐമനെ. എന്റെ മുഖത്തിന്റെ കണ്ണിന്റെ, എന്റെ പൊന്നുമോന്റെ മുഖത്തിന്റെ കണ്ണിന്റെ തിളക്കം കണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ പൊന്നുമോനിലൂടെ ഈ ആമിന എന്ന് പറയുന്ന ഞാൻ ചരിത്രത്തിൽ ഓർക്കപ്പെടുമെന്ന്. അവവാ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ, ആരാരും അറിയാതെ ഞാൻ ഈ താഴ്വരയിൽ കിടന്ന് മരിക്കുമ്പോൾ, ഈ താഴ്വരയിൽ നിന്ന് അടക്കം ചെയ്യുമ്പോൾ ആരും അറിയാതെ പോകാനാണ് സാധ്യത.
പക്ഷേ എന്റെ പ്രിയപ്പെട്ട 6 വയസ്സുള്ള കുരുന്നിലൂടെ ആമിനായ ലോകം ഓർക്കുമ്പോൾ വൈമലേ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു വൈമലേ. അതേ ആമിന ബീവി ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആമിന, ഞങ്ങൾ പറയുന്നുണ്ട് ആമിന, ഞങ്ങളുടെ മുത്തിനെ ഞങ്ങൾക്ക് നൽകിയ ആമിന, ലോകഗുരുവിനെ ലോകത്തിന് സമ്മാനിച്ച് പ്രസവിച്ച് സമ്മാനിച്ച ആമിന, ലോകം മറക്കില്ല ആമിന ബീവി, ലോകം മറക്കില്ല. ഹബീബായ മുത്തിനെ ലോകത്തിന് നൽകിയ അല്ലാഹുവിന്റെ റസൂലായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ, ജീവല്ല ജീവനായ മുഹമ്മദ് മുസ്തഫ, വെളിച്ചത്തിന്റെ പ്രഭാപൂരമായ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ഇരുൾ നീക്കിയ മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവികതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, എല്ലാ മഹത്വത്തിന്റെയും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെയും മൂർത്തിമൽഭാവമായ മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് മുസ്തഫയെ പ്രസവിച്ച് ലോകത്തിന് സമ്മാനിച്ച ആമിന ബീവി നിങ്ങളെ എങ്ങനെ ലോകം മറക്കാനാ. അല്ലാഹു ശാകിറൽ തകൂനി ഫീനാ ഉമ്മുൽ ഖൈറിൽ മുർസലീന ഹനൂനാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ഉമ്മു ഐമന്റെ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫയുടെ മടിയിൽ കടന്നിട്ട് ആ പൊന്നുമോൻ ഉമ്മാടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ ആ പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ ആമിന നിങ്ങളെത്ര വലിയ ഭാഗ്യവതിയാണ്, ആമിന നിങ്ങളെത്ര വലിയ ഭാഗ്യവതിയാ. ആരെയാണ് ഗർഭം ചുമന്നത്, ആരെയാണ് പ്രസവിച്ചത്, ആരുടെ മുഖത്ത് നോക്കി ആരാ അന്ത്യവിശ്രമം കൊണ്ട് അന്ത്യശ്വാസം വലിച്ചത്. ഈ ആമിന ബീവിയെ പറ്റി പോലും ആമിന ബീവി നരകത്തിലാണെന്ന് പറയുന്ന വഹാബിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക മക്കളെ, സഹിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസിക്കത് സഹിക്കാൻ പറ്റുമോ? ഈ വഹാബിസമല്ല പറയുന്നത് എത്രമാത്രം മാരകമാണെന്ന് ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാ പോരെ. ആമിന ബീവി മുസ്ലിമായിട്ടില്ല, ആമിന ബീവി മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടില്ല, ആമിന ബീവി ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ആമിന ബീവി നരകത്തിലാണെന്ന് പറയുന്ന വഹാബി എന്താ പടച്ചോനെ പറയുന്നത്? ആരംഭ റസൂലിന്റെ ജന്മം നൽകി, ആരംഭ റസൂലിനെ പ്രസവിച്ച് മാത്രമല്ല ആ ഉമ്മക്കറിയാം, ആ ഉമ്മ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. ഞാൻ പ്രസവിച്ചിട്ടുള്ളത് വലത്തു തുഹ്റ, പരിശുദ്ധനായ മോനയാണ്, അത്യുത്തമനായ മോനയാണ് ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നത്. എന്റെ ഓർമ്മകൾ എന്റെ മോനിലൂടെ ലോകത്ത് നിലനിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ ഓർക്കുന്നു ആമിന ബീവിയെ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എവിടെയല്ല. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറ് പറയുന്നു, അങ്ങനെ മാതാവിന്റെ മുന്നിൽ അതെ 6 വയസ്സുള്ള കുരുന്നുമോൾ മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട വാത്സല്യ മാതാവ് വിട പറയുന്നു. മാതാവിന്റെ മരണം 6 വയസ്സുള്ള മോൻ കാണുന്നു. ഉമ്മു ഐമൻ അവിടെയുള്ള ചില ആളുകളെ കൂട്ടിയിട്ട് സംസ്കരണ ക്രിയകൾ നടത്തുന്നു, അവിടെ തന്നെ മറമാടുന്നു. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ജനാദ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് 6 വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന അരുമ പൈതൽ കാണുകയാണ്. നിറകണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ മുഹമ്മദ് എന്ന പൊന്നുമോനത് നോക്കി നിൽക്കുകയാണ്. ഒന്ന് ദുആ ചെയ്യാൻ പോലും അറിയാത്ത വയസ്സുള്ള പ്രായമുള്ള പൊന്നുമോന. ആ പൊന്നുമോന് മാതാവിന്റെ ഖബറടക്കം കഴിഞ്ഞ് ആ മാതാവിന്റെ ഖബറിനെ നോക്കി കണ്ണുനീര് വാർത്ത് പിന്നീട് അവിടുന്ന് ഉമ്മു ഐമന്റെ കൈ പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര തുടരുന്ന 6 വയസ്സുകാരന്റെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ. അലക്സാണ്ടർ ജേക്കബ് സാർ ചോദിക്കുന്നു, ആ 6 വയസ്സുള്ള കുരുന്നു മനസ്സിന്റെ വേദന എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞാനും ആലോചിച്ചത്. ശരിയാണല്ലോ പടച്ചവനെ, നമ്മൾ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്. എന്തായിരിക്കും 6 വയസ്സുകാരന്റെ മനസ്സിന്റെ നൊമ്പരം? എന്തായിരിക്കും ആ സങ്കടം? വാപ്പയില്ല, ഉമ്മയും പോയി, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, ആരുമില്ല. 1 മാസം മുമ്പ് ഉമ്മയുടെ കൂടെ മദീനയിലേക്ക് വന്നതാ. തിരിച്ചു പോകുമ്പോ ഉമ്മയില്ലാതെ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നു. എന്തായിരിക്കും 6 വയസ്സുകാരന്റെ മനസ്സിന്റെ ദുഃഖം? അതെ, മക്കയിലെത്തിയപ്പോൾ
അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ ഉമ്മുവൈമൻ ആമിന ബീവി പറഞ്ഞത് പ്രകാരം ഏൽപ്പിച്ചപ്പോൾ തന്റെ മകനെ മാറിപ്പുണർന്ന്, മോനെ, ഉപ്പയില്ലാത്ത വിഷമം നിനക്ക് വരില്ലടാ, ഉമ്മയില്ലാത്ത പ്രയാസം എന്റെ പൊന്നുമോനെ ഞാൻ ഉണ്ടാക്കില്ല മോനെ എന്ന് പറഞ്ഞ് വാത്സല്യ പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത അബ്ദുൽ മുത്തലിബിന്റെ ശിക്ഷണത്തിൽ 2 കൊല്ലക്കാലം ജീവിച്ചെങ്കിലും 2 കൊല്ലം കഴിഞ്ഞപ്പോ 8 വയസ്സാകുന്ന സമയത്ത് വല്യുപ്പായി മരിച്ചു. ആലോചിച്ച് നോക്കണം, ദുഃഖങ്ങളാണ് ആകെ ജീവിതത്തിൽ. പിന്നെ അബൂതാലിബ മൂത്താപ്പ, അബൂതാലിബിന്റെ വീട്ടിലാണെങ്കിലോ ദാരിദ്ര്യമാണ്. അവരുടെ മക്കളെ വലിയ തറവാട്ടുകാരും കുടുംബക്കാരൊക്കെയാണ്, പക്ഷെ ദാരിദ്ര്യമാണ്, പലപ്പോഴും പട്ടിണിയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ പോലെ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയത് ഫാത്തിമ ബിൻത് അസദ്, അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ, റസൂലുള്ളാഹിയുടെ മൂത്തുമ്മ, അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ. അവരാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനായി മക്കം ഫതഹായി പരിശുദ്ധമായ മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ പ്രവാചകനായി ഫത്ഹ് മക്കയൊക്കെ നടന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയായ റസൂലുള്ളാഹിയുടെ മൂത്തുമ്മയായ ഫാത്തിമ ബിൻത് അസദ് വഫാത്താകുന്നത്, മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം പറഞ്ഞു ഓടിച്ചെന്നു തന്റെ പ്രിയപ്പെട്ട വളർത്തു മാതാവ് പോറ്റുമ്മയുടെ ഖബറിന്റെ ജനാസയിൽ അരികിലിരിക്കുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പോറ്റുമ്മയുടെ അടുത്തിരുന്നിട്ട് കരയുന്നുണ്ട്. റഹിമക്കില്ലാഹു യാ ഉമ്മീ അന്തി ഉമ്മീ ബാദി ഉമ്മീ, എന്റെ ഉമ്മയ്ക്ക് ശേഷം എന്റെ ഉമ്മയായിരുന്നവരെ, എന്റെ ഉമ്മ 6 വയസ്സുള്ള സമയത്ത് എന്നെ വിട്ടുപിരിഞ്ഞതിന് ശേഷം എന്റെ ഉമ്മയായിട്ട് എന്നെ പോറ്റി വളർത്തിയത് നിങ്ങളാണ്. നിങ്ങൾ വിശപ്പ് സഹിച്ചു, നിങ്ങൾ പട്ടിണി കിടന്നു, എന്നിട്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നു, നല്ല നല്ല സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ ത്യജിച്ചു, അതെല്ലാം എനിക്ക് നിങ്ങൾ തന്നു. നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങളെല്ലാം ഒഴിവാക്കി, എന്നിട്ട് എനിക്ക് സുഗന്ധമുണ്ടാക്കി തരാൻ നിങ്ങൾ ശ്രമിച്ചു. ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മയാണ് നിങ്ങൾ. റഹിമക്കില്ലാഹു യാ ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മയ്ക്ക് ശേഷം ഉമ്മയായിട്ടുള്ളവരെ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നുണ്ട്. ആ ഫാത്തിമ ബിൻത് അസദ് അവരുടെ ജനാസ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബിനെയും അലി ഇബ്നു അബീ താലിബിനെയും ബിലാൽ ഇബ്നു റബാഹിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഖബർ വിളിക്കൂ. ജന്നത്തുൽ ബഖീലാണ് ഖബറുള്ളത്, ജന്നത്തുൽ ബഖീ മദീനയിൽ, അവിടെ ഖബർ വിളിക്കൂ. അവര് ഖബർ വിളിച്ചു. ഖബർ ഏകദേശം ആഴമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി നിങ്ങൾ കേറൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖബറിൽ ഇറങ്ങി. എന്നിട്ട് ആ മൺവെട്ടി മേടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ മിനിക്ക് പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ആ ഖബറിൽ ഒന്ന് കിടന്നു, 2 ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ ഒരു ഖമീസ് നബി തങ്ങൾ ധരിക്കാറുള്ള നീളം കുപ്പായം ഉണ്ട്, അത് കരുതിയിരുന്നു. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ തന്റെ പോറ്റുമ്മയുടെ ജനാസ എടുത്തിട്ട് ആ ഖമീസ് ഉമ്മയെ അണിയിച്ചു. എന്നിട്ടാണ് ആ ഖബറിലേക്ക് ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ടാണ് ആ പോറ്റുമ്മയുടെ ജനാസ എടുത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് സംസ്കരണമെല്ലാം മറമാടലെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ നബിയെ, വല്ലാതെ സങ്കടമുണ്ടല്ലോ നബിയെ, എന്താ നബിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങയുടെ ഖമീസ് എടുത്തിട്ട് എന്താണ് ആ ഉമ്മാക്ക് പുതപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് എന്തിനാണ് അങ്ങ് ആ ഖബറിൽ കിടന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഉമറേ, എനിക്ക് സ്നേഹം തന്ന ഉമ്മയാണ് ഉമറേ, എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയാണ് ഉമറേ. 6 വയസ്സുള്ള സമയത്ത് എന്റെ പെറ്റുമ്മ മരിച്ചപ്പോ പിന്നെ എനിക്ക് ആ ഉമ്മായുടെ അസാന്നിധ്യമില്ലാതെ എനിക്ക് സ്നേഹം തന്ന, വാത്സല്യം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മായെ ആ ഖബറിൽ ശിക്ഷിക്കപ്പെടരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഉമറേ. ഞാൻ കിടന്ന ഖബറിൽ അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു ഉമറേ. ഞാൻ അണിഞ്ഞ ഖമീസ് എന്റെ ഉമ്മായെ ഞാൻ അണിയിക്കുമ്പോ ആ ഖമീസ് അണിഞ്ഞ ഉമ്മയെ മുങ്കർനക്കീർ വന്നിട്ട് ചോദ്യം ചെയ്യില്ല, ഖബറിൽ ഒരു അദാബും ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉമറേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം അങ്ങനെ നോക്കുമ്പോ ദുഃഖങ്ങളാണ്,
പ്രയാസങ്ങളാണ്, മരണങ്ങളാണ്, വേദനകളാണ്. സന്തോഷത്തിന്റെ മുഹൂർത്തം എന്ന് പറഞ്ഞ് കാര്യമായിട്ട് ഒന്നുമില്ല. എന്താ ഉള്ളത്? ഒരു സന്തോഷമുള്ള ഭക്ഷണം പോലും അല്ലാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ടോ? ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ 2 മാസക്കാലം 2 കറുത്ത വസ്തുക്കളല്ലാതെ, അഥവാ ഈത്തപ്പഴം, പച്ചവെള്ളം എന്നല്ലാതെ 2 മാസക്കാലം തുടർച്ചയായിട്ട് ഒരു കുബൂസിന്റെ കഷ്ടം പോലും, ഒരു മാംസത്തിന്റെ കഷ്ടം പോലും, ഒരു പഴം, ഏതെങ്കിലും വിധത്തിലുള്ള വേറെന്തെങ്കിലും പഴം പോലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല മക്കളെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മാ ശബഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാതിഹി ഖത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടിയിട്ടില്ല. നല്ല സുഖസമ്പൂർണമായ സൗകര്യമുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങിയിട്ടില്ല. കൊടുക്കായിരുന്നു പഠിച്ചവൻ, താല്പര്യപ്പെട്ടില്ല. അലക്സാണ്ടർ ജാക്കബ് സാർ പറയുന്നു, ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അലക്സാണ്ടർ ജാക്കബ് സാർ പറഞ്ഞാലേ നമ്മൾ പറയണം, ഇതെല്ലാം സഹിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ദൈവത്തോട് പരാതി പറഞ്ഞിട്ടില്ല, ദൈവത്തെ പഠിച്ചു പറഞ്ഞിട്ടില്ല. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോ റിസോർട്ടുകളൊക്കെ ഒലിച്ചു പോയപ്പോ ഇതെന്തല്ല ക്രൂരനായ അല്ല, ഇങ്ങനെ അല്ല ഉണ്ടോ? അങ്ങനെ അല്ലാക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അലക്സാണ്ടർ ജാക്കബ് സാർ പറയുന്നു, ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും മാത്രം സഹിച്ച പരിശുദ്ധ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ശിക്കായത്ത് പോലും, ഒരു പരിഭവം പോലും, ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. അല്ലാതെ കുറ്റപ്പെടുത്തുന്നത് പോട്ടെ, അതേതായാലും ചെയ്യില്ലല്ലോ. ഒരു പരാതി, എന്താ പഠിച്ചോനെ എങ്ങനെ, എന്താ പഠിച്ചോനെ എങ്ങനെ പറഞ്ഞിട്ടില്ല. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച്, അർഹമുർ റഹീമീൻ, അർഹമുർ റഹീമീൻ, ദയാപരനാണല്ലാഹ്, കാരുണ്യവാനാണല്ലാഹ്, പരമകാരുണ്യകരാണല്ലാഹ്, കൃപാലുവാണല്ലാഹ്, ദയാലുവാണല്ലാഹ്, സ്നേഹസമ്പന്നനാണല്ലാഹ്, റഹ്മാനാണല്ലാഹ്, റഹീമാണല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, വ്യതകൾ വരുമ്പോൾ, പഠിച്ചവനോട് എത്ര കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അല്ലാഹുവിനോട് കാര്യമായി കുറ്റമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ പഠിച്ചവനെ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പറയല്ല പെങ്ങളെ, പറഞ്ഞു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഭവവും പറഞ്ഞില്ല, കുറ്റപ്പെടുത്തിയില്ല, പരാതിയും പറഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, പഠിച്ചവനെ ഇതാ വിഷമത്തിലാണല്ല, പ്രയാസത്തിലാണല്ല, മാറ്റി തരണേ അല്ല എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യാം. എന്നല്ലാതെ റബ്ബിനെ കുറ്റപ്പെടുത്തുകയോ, കുറ്റപ്പെടുത്തുന്ന മാനസിക നിലപാട് പോലെ ഉണ്ടാകരുത്. കാഫിറായി പോകും. ഈ പ്രതിസന്ധികൾ സഹിക്കുന്നതുമൊക്കെ സഹിക്കേണ്ടിയും വരും. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഈമാനില്ലാതെ ചത്തുപോകേണ്ട അവസ്ഥ വരും. നാളെ കാലാകാലത്തെ നരകത്തിൽ, ശാശ്വതമായ നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും സന്തോഷമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ്, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കണം. സന്തോഷത്തിന്റെ ഘട്ടത്തിൽ ശുക്രിന്റെ ചിന്ത ഉണ്ടാകണം. മഴ വീണ്ടും ചെറുതായിട്ടുണ്ടല്ലേ? അല്ലാഹു റാഹത്താക്കി തരട്ടെ. അല്ലാഹു റാഹത്താക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ഘട്ടത്തിലും പടച്ച തമ്പുരാനോടുള്ള ശുക്ർ, അള്ളാഹുവിനുള്ള നന്ദി, സന്തോഷം ഉണ്ടാകുമ്പോ, സമൃദ്ധി ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കണം. അള്ളാഹുവിനോട് ശുക്ർ ഉണ്ടാകണം, നന്ദി ഉണ്ടാകണം മനസ്സിൽ. ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പോ സ്വബർ ഉണ്ടാകണം. സ്വബർ എന്താ? സ്വബർ എന്ന് പറഞ്ഞാൽ കേവലം ക്ഷമ, സഹിക്കുക, അതല്ല സ്വബർ. സ്വബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഈ പ്രയാസം, ഈ പ്രതിസന്ധി, ഇത് അല്ലാഹു തആലയാണ്. പടച്ചോനെ, നിന്റെ തീരുമാനമാണ്, നിന്റെ ഖുർആനാണ്, ഞാൻ നിന്റെ അടിമയാണ്, ഉടമയായ നീ
അടിമയായി എനിക്ക് തന്നിരിക്കുന്ന ഈ അവസ്ഥ ഇതിന് കാരണം എന്താണെന്ന് അറിയില്ല, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അടിമയാണ്, നീ ഉടമയാണ്, നീ അറിയാതെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഉടച്ചവനെ സംഭവിക്കാറുള്ളത് സംഭവിച്ചു, ഞാൻ ഉൾക്കൊള്ളുന്ന ഉടച്ചവനെ ഞാൻ അംഗീകരിക്കുന്നത് നമ്പുരാനെ. പക്ഷേ പക്ഷേ നിലവാരത്തായിരിക്കണം. അല്ലാതെ തീരുമാനമാണ് റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു, ഞാനത് ഉൾക്കൊള്ളുന്നു, മാറ്റി തരണമെന്ന് റബ്ബിനോട് പറയാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണെന്നുള്ള തിരിച്ചറിവാണ് സബർ എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളലാണ്, അംഗീകരിക്കലാണ് സബർ എന്ന് പറയുന്നത്. അല്ലാതെ സബർ എന്ന് പറഞ്ഞാൽ കേവലം ക്ഷമയല്ല, കേവലം സഹിക്കലല്ല. സഹിക്കുക, ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് മുസ്ലിമും ചെയ്യും, മുസ്ലിം അല്ലാത്തവരും ചെയ്യും, ദൈവനിഷേധം ചെയ്യും. സഹിക്കലല്ലാതെ മാറുമല്ലോ. ഒരു അപകടം സംഭവിച്ചു, സഹിക്കല്ലേ? സഹിക്കല്ലാതെ എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. സഹിക്കലല്ല, വിശ്വാസം ചെയ്യുന്നത് ഉൾക്കൊള്ളലാണ്, അത് അംഗീകരിക്കലാണ്. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന തിരിച്ചറിവാണ്. ഈ പ്രതിസന്ധിയുടെ പ്രയാസത്തിലുള്ള പേരിൽ എനിക്ക് ഉന്നതമായ പ്രതിഫലം നൽകണേ എന്ന് അല്ലാഹുവിന്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയുമാണ്. അങ്ങനെയുള്ള ക്ഷമ, അങ്ങനെയുള്ള സബറുണ്ടല്ലോ, ആ സബറിന്റെ സമീപനത്തോടുകൂടെ അല്ലാഹുവിനെ സമീപിക്കണം. സന്തോഷമുണ്ടാകുമ്പോൾ നന്ദി ഉണ്ടാകണം, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സബറുണ്ടാകണം. അങ്ങനത്തെ ഒരു ജീവിതം ബാലൻസ് ചെയ്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ അങ്ങനത്തെ മനുഷ്യർക്ക് ജീവിതത്തെ പ്രതിസന്ധികളെ മറികടക്കാൻ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റും. ഈമാനെന്നത് വിശ്വാസിക്കും, അല്ലാഹുവിനെ ഉൾക്കൊണ്ടത് വിശ്വാസിക്കും ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സമാധാനമുള്ള ജീവിതമാണ്. സമാധാനമുള്ള ജീവിതം നമുക്കൊക്കെ വേണ്ടത് അതാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പണമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകില്ല മക്കളെ, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകില്ല, നല്ല നല്ല ജോലിയുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകില്ല, വലിയ വലിയ ബിസിനസ് സംഘടനയുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകില്ല, അമ്പല ചുട്ടിയായ കൊട്ടാര സമാനമായ നിലയുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകില്ല. സമാധാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാഗമാണ്. സമാധാനം ഉണ്ടാകുന്നത് ഒരാൾക്ക് നല്ല പണമുണ്ട്, ബിസിനസ് ബെൻസുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള കാറുണ്ട്, 1.5 കോടി രൂപയുടെ കാറിൽ സഞ്ചരിക്കുന്നു, 25,000 സ്ക്വയർ ഫീറ്റുള്ള വിശാലമായ കൊട്ടാരം പോലുള്ള വീടുണ്ട്, ആ വീട്ടില് സുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടംപോലെ വരുമാനമുണ്ട്. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് സമാധാനമില്ല. 1 കോടി രൂപയുടെ ലക്ഷറി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ മനസ്സ് കിടന്ന് നിൽക്കുക. 20,000 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ സുഖസൗകര്യങ്ങളുള്ള, സ്വിമ്മിംഗ് പൂളുള്ള, വീടിനകത്ത് തന്നെ എല്ലാമുള്ള എല്ലാ ആസ്വാദനങ്ങളും ഉള്ള ഭവനത്തിൽ സുഖമായിട്ട് മനോഹരമായ ഭക്തയിൽ കിടന്ന് ആടുമ്പോഴും മനസ്സിന് സമാധാനമില്ലേ? എന്തോരം അസുഖമുണ്ട്. അല്ലാഹു നമ്മളെ എന്റെ കാര്യം കാത്തിരക്ഷിക്കട്ടെ. ഡോക്ടർക്ക് സംശയമുണ്ട്, ക്യാൻസർ രോഗം സംശയമുണ്ട്, നല്ല സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? സമാധാനമെന്ന് പറയുന്നത് പണം കൊണ്ട് കിട്ടില്ല, വിദ്യാഭ്യാസം കൊണ്ട് കിട്ടില്ല, വേറെ ഭൗതികമായ വസ്തുക്കളെ കൊണ്ട് കിട്ടില്ല. സമാധാനമാണ് ഏറ്റവും വലുത് എന്ന് ലോകത്ത് നഷ്ടപ്പെട്ടതും സമാധാനമാണ്. മിക്കവാറും ആളുകൾക്ക് ഇല്ലാത്തതും സമാധാനമാണ്. ഇവിടെ ഒരുമിച്ചുകൂടി ആളുകൾ പല ആൾക്കാർക്കും സമാധാനത്തോടുള്ള ആൾക്കാരുണ്ട്. നിങ്ങറിയാം, പല വിഷമങ്ങളുള്ളവരുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളെ കല്യാണം കഴിച്ചോടത്തുള്ള ബുദ്ധിമുട്ട്, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ, ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ബുദ്ധിമുട്ട്, ഭാര്യയുടെ അനുസരണക്കേടുള്ള ബുദ്ധിമുട്ട്, രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, മക്കളില്ലാത്ത പ്രയാസം, അങ്ങനെ ഇനി ഒരു പ്രയാസവും ഇല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അല്ലെ? വെറുതെ ടെൻഷൻ, വെറുതെ ഒരു കാര്യമില്ല, ആകെ ടെൻഷൻ, ഡിപ്രഷൻ, ആൻസൈറ്റി. ആളുകൾക്ക് സൗകര്യങ്ങൾ കൂടി, വിദ്യാഭ്യാസം കൂടി, പണം കൂടി, എല്ലാം കൂടി, സമാധാനം പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്.
ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് പണമോ പ്രധാനമോ അല്ല, മനസ്സമാധാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ അലാബിരില്ലാഹി തത്വമില്ലു അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് എന്ന ബോധത്തോടുകൂടെ അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ചാൽ ആ മനുഷ്യനെ ലോകത്തിൽ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹം മനസ്സമാധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ലോകത്ത് അവസാനമായി കൊടുക്കുന്ന അനുഗ്രഹവും സമാധാനമുള്ള മരണമാണ്. യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. സമാധാനമുള്ള ജീവിതം മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമാണ് സമാധാനമുള്ള മരണം, ആശ്വാസമുള്ള മരണം. വലദതുക ഉമ്മുക യബ്നാദ ബഖിയ വല്ലാസു ഹൗലക യദ്ഹഖൂന സുറൂറാ ഫദ്ഹബ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ യൗമി മൗതിക മാലികൽ മസ്റൂറാ. മോളെ നിന്റെ ഉമ്മതിനെ പ്രസവിച്ചത് നീ കരഞ്ഞവനായിട്ടാ ലോകത്തേക്ക് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നത്. നമ്മളെല്ലാവരും നമ്മുടെ മാതാവ് പ്രസവിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ലോകത്തേക്ക് കടന്നു വന്നത്. വല്ലാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. അന്നേരത്തെ പ്രിയപ്പെട്ട കുടുംബക്കാർ ചിരിക്കുകയാണ്, സന്തോഷമാണ്. ലാഭഭൂമിയിൽ പുറത്തു നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും സങ്കടമാണ്. അതേ സലാമത്തായല്ലോ, പ്രസവിച്ചല്ലോ, നല്ലൊരു മോൻ ജനിച്ചല്ലോ, അല്ലെങ്കിൽ നല്ലൊരു മോള് ജനിച്ചല്ലോ. ആ സന്തോഷത്തോടുകൂടെ എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ മോനെ, ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞുകൊണ്ടാണ് ലോകത്തേക്ക് വന്നത്. വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇമാമതൂ ഫീ യൗമി മൗതിക മാലികൻ മസ്റൂറാ. ഇനി ഒരു ദിവസം നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, ആ മരിക്കുന്ന ദിവസം എല്ലാവരും കരയും മോനെ. പ്രിയപ്പെട്ട മാതാവ് കരയും, അപ്പമാര് കരയും, ഉമ്മമാര് കരയും, പ്രിയപ്പെട്ട മക്കളും ഭാര്യയും കരയും. ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് കരയും, എല്ലാവരും കരയുകയാണ്. പക്ഷേ നിനക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാതെ കഴിയണം. അവര് കരഞ്ഞോട്ടെ, അവര് ദുഃഖിക്കട്ടെ. ഈ കരച്ചിലും ഈ ദുഃഖമല്ല, അവർക്ക് കുറച്ച് നാളുകളാണ്. ഇനി കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണോ, പോകണം. ഈ ദുഃഖങ്ങളും ഈ വേദനകളുമല്ല കുറച്ച് ദിവസമാണ്. ഈ ദുഃഖങ്ങളും ഈ വേദനകളുമല്ല കുറച്ച് ദിവസമാണ്. നമ്മളെ കുറച്ചു കാലം പ്രിയപ്പെട്ടവര് മരിച്ചു കഴിഞ്ഞാൽ എത്ര ഇഷ്ടമുള്ള സ്നേഹമുള്ള മക്കളാണെങ്കിലും, എത്ര ഇഷ്ടമുള്ള ഭാര്യയാണെങ്കിലും, എത്ര ഇഷ്ടമുള്ള മക്കളാണെങ്കിലും ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കരയും. മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോഴും കരയും. കബറിലേക്ക് വെച്ചിട്ട് അവസാനം 3 കടി മണ്ണ് മാറി ഇടുമ്പോൾ എന്ന് പരിശുദ്ധ ഖുർആനിലായത്തോട് കേട്ട് കണ്ണീരിൽ കുടർന്ന മണ്ണെടുത്തിട്ട് കബറിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് അവര് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ദുഃഖം കുറഞ്ഞു. 2 ദിവസം കഴിയുമ്പോ കുറച്ചുകൂടെ കുറഞ്ഞു. 1 മാസം കഴിയുമ്പോ കുറച്ചുകൂടെ കരച്ചിലൊക്കെ പോയി. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു. 1 കൊല്ലം കഴിഞ്ഞാൽ മറന്നു. പിന്നെ വാപ്പായ ഓർമ്മയില്ല, ഭർത്താവിന് ഓർമ്മയില്ല, ഭാര്യ ഓർമ്മയില്ല. ഇതാണ് നിന്റെ പ്രിയപ്പെട്ടവരെ കരയുന്നവരുടെ അവസ്ഥ. അതുകൊണ്ട് കരയുന്നവരെ കരയട്ടെ. പക്ഷേ എല്ലാവരും കരയുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് പോകണം. അത് ഹോസ്പിറ്റലിന്റെ ICU
ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. എല്ലാവരും കരയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കൾ നിൽക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഭാര്യ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. അവരെല്ലാവരും കരയുമ്പോൾ മോനെ നീ വേറൊരു അവസ്ഥയിലാണ്, മോളെ നീ വേറൊരു ലോകത്താണ്. നീ കാണുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തുള്ള മലായികത്തുകളെയാണ്. അവരോ പുഞ്ചിരി തൂകുകയാണ്, അവരോ നിന്നെ ക്ഷണിക്കുകയാണ്. യാ അയ്യുഹൽ നഫ്സുൽ ത്വയ്യിബ ഉഖ്റുജി ഇലാ റൂഹി വ റൈഹാൻ. ഈ ശാന്തമായ പരിശുദ്ധമായ മനുഷ്യ, നീ മടങ്ങിയാൽ ഇലാ റൂഹി വ റൈഹാൻ. സമാശ്വാസത്തിലേക്ക് വന്നാലും അനുഭൂതിയിലേക്ക് വന്നാലും പരദീസയിലേക്ക് വന്നാലും സ്വർഗത്തിലേക്ക് വന്നാലും സ്വാഗതം സഹോദരാ, സ്വാഗതം. അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോരൂ. സംപ്രീതനായ സംതൃപ്തനായ നിർദ്ദരിക്ഷിതാവ് ഏതൊരല്ലാഹുവിന് വേണ്ടിയാണോ മോനെ നീ സുജൂദ് ചെയ്തത്, ഏതൊരല്ലാഹുവിനെയാണോ നീ നമസ്കരിച്ചത്, ഏതൊരല്ലാഹുവിനെയാണോ നീ ദിക്റ് ചെയ്തത്, ഏതൊരല്ലാഹുവിനോടാണോ നീ ദുആ ചെയ്തത്, ഏതൊരല്ലാഹുവിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ഏതൊരല്ലാഹുവിനെയാണോ നീ പഠിച്ചത്, ഏതൊരല്ലാഹുവിനെയാണോ നീ സ്നേഹിച്ചത്, ഏതൊരല്ലാഹുവിനെയാണോ നീ പ്രതീക്ഷിച്ചത്, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് പോരൂ, സ്വർഗ്ഗത്തിലേക്ക് പോരൂ. ലാ ഖൗഫുൻ അലൈക്കും വലാ ഹും യഹ്സനൂൻ. ഒരിക്കലും പേടിക്കണ്ട, അശേഷം ഭയപ്പെടേണ്ട, ഒരിക്കലും ദുഃഖിക്കണ്ട. ഇട്ടേച്ച് പോകുന്ന മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, യതീമികളായി പോകും മക്കളെന്ന് ദുഃഖിക്കണ്ട. അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സന്തോഷദായകമായ അവസ്ഥയിൽ നല്ല മനുഷ്യല്ലാത്ത സുഗമമായി ഒഴുകി പോകുമെന്ന്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ മരണം തമ്പുരാനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം, അതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കാണേണ്ടത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെയാ, അല്ലെങ്കിൽ അടുത്തതല്ലയാ, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമുക്ക് വരാതിരിക്കുന്ന കാര്യമാ. എല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കാറുള്ളവരാ, നമ്മളാരും മരിക്കാതിരിക്കില്ലല്ലോ. ശാസ്ത്രം എത്ര വളർന്നിട്ടുണ്ട്, മെഡിക്കൽ സയൻസ് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് അനുസരണത്വം നൽകാൻ, മനുഷ്യന് അമരത്വം നൽകാൻ, മരണമില്ലാതെയാക്കാൻ ഒരു സംവിധാനവും ഇന്നവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, ഇനി കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ലല്ലോ. കാരണം മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണല്ലോ. ആ മരണത്തെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാറുള്ളതാ. മരണത്തെ പേടിക്കരുത്. സത്യവിശ്വാസി മരണത്തെ പേടിക്കുന്നവരല്ല, മരണത്തെ കുറിച്ചല്ല പേടിയുള്ളത്, മരണത്തിന് ശേഷമുള്ള അവസ്ഥയെ കുറിച്ച്. അല്ലാഹുവിന്റെ പാപങ്ങളുടെ അവസ്ഥ എന്തായാലും ഓർത്തിട്ടായിരിക്കണം പേടി. മരണത്തെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെയൊക്കെ പ്രശ്നം മരണത്തെ പേടിയാണ്, മരണത്തിന് ശേഷമുള്ള കാര്യം അതൊന്നും പേടിയില്ല. നമ്മുടെ സ്വന്തമാണ് പേടില്ല. അമ്മാന്റെ എക്സാം അവിടെ ചോദിച്ചിരിക്കണോ? ഞാൻ ജയിക്കണമെന്നുണ്ട്, ഞാൻ കൊടുക്കും. നമ്മുടെ ഇമ്മാന്റെ കുറവ് നമ്മളെ ബോധമില്ല, അങ്ങനല്ല എന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ അതാണ്. കാരണം വിശ്വാസത്തില്ലേ പേടി എന്താണെന്ന് അറിയാം. ഇപ്പൊ സാധാരണ ആവറേജ് മുസ്ലിമിന്റെ പേടി പഠിച്ചോനെ മരിക്കോളോ ഈ കുടുംബവും കെട്ടിയോളും കുട്ടിയോളം ഓരോ പഠിച്ചോനെ അമ്മാവുന്ന ഈ ഹാർബറൊക്കെ പണി ചെയ്യുമ്പോഴേക്ക് ഞാനിത് മരിച്ചു പോകുന്നു. ഇത്ര ആളുകൾ ഹാർബർ വന്നിട്ട് അതൊന്ന് പണി കൂട്ടിയെടുക്കാതെ പഞ്ചു പോകുന്ന സഹിക്കാൻ വലിയ പഠിച്ചോനെയാണ്. അതാണ് ഇവിടെ വിഷമം. അതുകൊണ്ട് ഒരു വിശ്വാസി കാരണം നമ്മൾ ജനത്തെ പഠിക്കേണ്ട കാര്യം നമ്മൾ ജനിച്ചപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായോ? അതുകൊണ്ട് തന്നെ പഠിക്കുന്നു. അപ്പോൾ ജനിച്ചപ്പോൾ കാര്യം കാരണം ഉമ്മാടെ പ്രളയം വരുമ്പോ ഉമ്മാടെ പ്രളയം സുഖമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പുറത്തേക്ക് കാണുമ്പോ ഇത്ര സുഖമായിട്ട് അങ്ങനെ കഴിയുമ്പോ അവിടെ നിന്ന് കാണിയിട്ട് പഠിച്ചോനെ കരഞ്ഞപ്പോ
ദുനിയാവിലേക്ക് വന്നിട്ട് ഇന്നത്തെ കടല് മറ്റ് സംഭവമാണോ വെളിച്ചത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് ഗംഭീരമാണല്ലോ, സന്തോഷമായി. ഇനി ഉമ്മാടെ പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. അള്ളാഹു റസൂൽ പറയുന്നത് ഇതുപോലെയാണ്, ഈ ദുനിയാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക് മരണത്തിലൂടെ കണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിട്ട് സുഖമല്ല. ഇത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാലേ അറിയാത്ത ആൾക്കാർ, ബോധമില്ലാത്തവർ, വിശ്വാസമില്ലാത്തവര്, ഈ തിരിച്ചറിവില്ലാത്തവര് ഇവർക്ക് മരണം വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ദുനിയാവിനെ വല്ലാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് മരണം വലിയ പ്രശ്നമാണ്. നമ്മൾ ദുനിയാവിനെ പ്രാധാന്യം ഒരു പരിഗണന കൊടുക്കാൻ പോകുന്നു. ദുനിയാവൊക്കെ വേണം, നമുക്ക് തൊഴിൽ വേണം, ജോലി വേണം, വിദ്യാഭ്യാസം വേണം, പഠിപ്പ് വേണം, കളി പോകണം, വീട് വേണം, മക്കള് വേണം, ഭാര്യ വേണം, ഒക്കെ വേണം, ഒക്കെ വേണം. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഇത് കുറച്ച് കാലമുള്ളൂ. നമ്മൾ കുറേ കാലം ഉണ്ടാവും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഇത് പെട്ടെന്ന് ഇട്ടോന്ന് പറഞ്ഞ് പോകുമ്പോ സഹിക്കാൻ പറ്റില്ല, പ്രാധാന്യം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എപ്പോഴും മരിക്കണം, മരണം എന്നൊരു ഓർമ്മ കിട്ടുന്നുണ്ടാവണം. പേടിക്കണമെന്നല്ല പറഞ്ഞത്, ഒരു ഓർമ്മ. ഇവര് റസൂൽ പറയുന്നുണ്ട്, ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിൽ കുറെ കാലം ഞാൻ ജീവിക്കും എന്ന അർത്ഥത്തിൽ ദുനിയാവിൽ പറയുന്നത്. ദുനിയാവിലെ ഒരു 100-150 കൊല്ലം ജീവിക്കുന്നതേ പോയി നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? നമുക്കൊരു 500 കൊല്ലം നമുക്ക് ആഗ്രഹിക്കാവുന്ന ആഗ്രഹിക്കാം. ഒരു 150 കൊല്ലം ജീവിക്കാനുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ അടുത്ത മണിക്കൂറിൽ മരിക്കാനുള്ളതാണ്, നാളെ ഒരു പക്ഷേ ഞാൻ കബറിൽ കിടക്കാനുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് രാത്രിക്ക് അറ്റാക്കുണ്ടാകാം, നാളെ ഈ രാത്രിയിൽ അതുള്ള നമുക്ക് ഈ ഓർമ്മയിൽ അറിയിക്കണം. നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ടത്. അപ്പൊ ദുനിയാവ് ഒരു ആഹ്റവ്. അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ആഖിറ പറഞ്ഞിടക്ക് നഷ്ടപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ആഖിറത്തിലേക്കുള്ള യാത്രയാണ് മരണത്തിലൂടെ നടക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് ശാന്തമായി സന്തോഷമായി ഇരിക്കാൻ പറ്റണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 70 വയസ്സിൽ ജീവിക്കുന്ന ഒരാൾ ഉദ്ദേശം 25,500 അല്ലെങ്കിൽ 26,000 ദിവസം. എന്റെ ഓർമ്മ ശരിയാണ്, ഒരു 26,000 ദിവസം ഒരാൾ ജീവിക്കും. ഇത് 70 വയസ്സിൽ ജീവിക്കാൻ ഭാഗ്യവാനായ മനുഷ്യനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ ഖൈറായ മനുഷ്യൻ, ദീർഘായുസുള്ള മനുഷ്യനും. ദീർഘായുസ് ഉണ്ടാകുന്നതോടുകൂടെ തന്നെ നല്ല ആളുടെ ജീവിതത്തിലുള്ള ദീർഘായുസ്. അല്ലാത്ത പ്രശ്നമാണോ? നിസ്കാരം കാര്യങ്ങളും വിവാദത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദീർഘായുസുള്ള മനുഷ്യരാണ് ഭാഗ്യവാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ അല്ലാഹു പെടുത്തണേ. ശരാശരി 70 വയസ്സാണ്. 80 ആവാറില്ല, നമ്മൾ എത്തിക്കോളുന്നില്ല. പക്ഷെ ഈ 25,000 ദിവസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ഈ 25,000 ദിവസത്തിനുള്ളിൽ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്ന, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം ഏത് ദിവസം അറിയോ? പെണ്ണെടുക്കുന്ന ദിവസമല്ല, ആദ്യരാത്രിയുടെ ദിവസമല്ല, ജോലി കിട്ടിയ ദിവസമല്ല, ആദ്യത്തെ ശമ്പളം കിട്ടിയ ദിവസമല്ല, ഗൾഫിൽ നിന്ന് റിട്ടേണായിട്ട് വരുന്ന ദിവസമല്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ആ സത്യവിശ്വാസി ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം അയാൾ മരിക്കുന്ന ദിവസമാണ്. മരിക്കുന്ന ദിവസമാണ് സന്തോഷം. ആദ്യമൊക്കെ ദുഃഖമൊക്കെ ഉണ്ടാവും, വിട്ട് കിഴിയല്ലേ എന്നൊരു വിഷമത്തിന്റെ മരണത്തിലുണ്ടാവും. പക്ഷെ ആ മരണത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നതോടുകൂടെ ദുഃഖം. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയുടെ പള്ളയിൽ നിന്ന് ദുനിയാവിലേക്ക് വന്നതുപോലെ ഉമ്മയുടെ പള്ളിയിൽ അപ്പോൾ ഇത് സംഭവമായിരുന്നു. പിന്നാലേക്ക് വന്നിട്ട് ഞാൻ ചുക്കല്ല വൃത്തിയാണ് മനസ്സിലാക്കി എന്ന് പറഞ്ഞ പോലെ ആഖിറത്തിന്റെ വിശാലത, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങൾ അതേ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ അത് വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ശാന്തമായിട്ട് നയിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അതെല്ലാം തൊപ്പിക്ക് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ മഴയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഉള്ള മഴയത്തും എന്റെ സഹോദരങ്ങൾ സഹോദരിമാര് എന്നെ ക്ഷമിച്ച് കേട്ടിരുന്നത് വലിയ നന്ദിയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട്. അള്ളാഹു നിങ്ങളുടെ നാട്ടിൽ വലിയ ഹൈറും പറക്കത്തും സന്തോഷപ്രദാനം ചെയ്യട്ടെ. നല്ലൊരു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് പരിപാടിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ നടക്കുന്നത് 7 മണിക്കാണ്. ഇന്നലെ എനിക്ക് വേറുണ്ടായി.
അതായത് നിസാമുസ്താദ് എന്നെ വിളിക്കുമ്പോൾ 9:40. അപ്പൊ ഞാൻ വാഴ കഴിഞ്ഞ് ഇറങ്ങിയില്ല. ഇവിടെ 10:15 തുടങ്ങിയത്. അതല്ല, നിങ്ങളുടെ ആഘോഷമാണ്, സന്തോഷമാണ്. ഒന്നാമത് ഈ സന്തോഷങ്ങളെ നിലനിർത്തിത്തരട്ടെ. നിങ്ങളുടെ പാരമ്പര്യമാണ്, നിങ്ങളുടെ പഴവയാണ്. ഇവിടെ പറയുന്നത് കേട്ടു, ഞങ്ങളുടെ വലിയ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളുടെ വലിയപ്പാരായിട്ട് നടന്നു കൊടുത്താണെന്നാണ്. അൽഹംദുലില്ലാഹ്, നന്മ നിലനിൽക്കട്ടെ. അതൊരു സന്തോഷമാണ്, അതൊരു മനസ്സിനൊരു കുളിർമയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള ഒരു മാർഗമാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ആത്മീയമായിട്ട് യഥാസം ചിന്തയും നിയത്തൊക്കെ ഉണ്ടെങ്കിൽ പ്രതിഫലാർഹമായ കാര്യമാണ്. പിന്നെ ഇങ്ങനെ ചിലപ്പോ ഒരു രസത്തിന്റെ പേരിൽ കൂടുകയാണെങ്കിൽ പോലും ഇങ്ങനെ വല്ല ആളുകളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഉസ്താദുമാർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്താൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. കുറെ സുഹൃത്തുക്കൾ പറയുന്ന കേട്ട അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ പറഞ്ഞ ഉസ്താദെ, ജീവിതത്തിൽ നിസ്കരിക്കാത്ത മനുഷ്യരുണ്ട്. ഉസ്താദിന്റെ ആള് ഞാൻ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് വാവ് കേൾക്കുന്നത്, എനിക്ക് വാവ് കേൾക്കാൻ ആഗ്രഹം കൊണ്ടല്ല, ഉസ്താദിന്റെ പറയുമ്പോൾ ഞാൻ ആവേശത്തിലൊക്കെ പറയുന്നത് രസം. ഞാൻ രസത്തിന് വേണ്ടി നടത്തി വരും. ആ ഒരു ദിവസം ഉസ്താദ് പറഞ്ഞ ഉസ്താദേ ഹബിലാന്റെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അന്ന് മുതലേക്ക് ഇന്ന് വരെ ഞാൻ നിസ്കാരം നവാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ മനസ്സുണ്ട്. അൽഹംദുലില്ലാഹ് മോനെ നിലനിർത്തി കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മളെ ഒരുമിച്ച് കൂടുന്നതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും സ്പാർക്ക് കിട്ടിയ അതുപോലെ കയറുണ്ട്. അല്ലാഹുവിന്റെ സന്തോഷത്തിലാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا محمد. ارحم الراحمين കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ റഹ്മാനേ. യാ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ വല്യപ്പാട് വല്യമ്മമാരെ, ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ സദസ്സിൽ പങ്കെടുത്തവർ, പടച്ചവനെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും പൊറുക്കണേ തമ്പുരാനെ. എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കും അവർക്കും നിന്റെ പാഠത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും പറയപ്പെട്ടവർക്കും ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാൾക്കും യാ അല്ലാഹ് ക്യാൻസർ വരുത്തല്ല തമ്പുരാനെ, ട്യൂമർ തരല്ല തമ്പുരാനെ, കിഡ്നിയുടെ അസുഖം വരുത്തല്ല പടച്ചവനെ. മാരക രോഗങ്ങൾ, അത്യാഹിതങ്ങൾ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് സിഹത്തും ആഫിയത്തും നൽകണേ റബ്ബേ. അവസാനം നീ ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചുവിടുക്കുമ്പോൾ ഈമാനോടുകൂടെ സന്തോഷവാന്മാരായി നിന്നെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാര് ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അർഹമർവാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ വന്നപ്പോൾ ഒരു സഹോദരന്റെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് സർജറി വിധിച്ചിരിക്കുകയാണ്. സർജറി നടക്കാൻ പോവുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരിയുടെ രോഗം ശിഫയാക്കണമല്ലോ. സർജറിയും മറ്റുള്ള എല്ലാ ചികിത്സകളും വിജയിപ്പിക്കണമേ അല്ലാഹ്. ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അവർക്ക് കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ ബർക്കത്ത് നൽകണമേ അല്ലാഹ്. പടച്ചവനെ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും പടച്ചവനെ അതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളാണ് ഇവിടെ ഭൂരിഭാഗമുള്ളത്. അല്ലാത്തവരുമായ എല്ലാവർക്കും പടച്ചവനെ എല്ലാ വിധത്തിലുള്ള ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ നാട്ടിൽ നിന്റെ സംരക്ഷണം ഉണ്ടാകണേ അല്ലാഹ്. നിന്റെ കാവൽ ഉണ്ടാകണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, എല്ലാ വിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് യാ അല്ലാഹ് ഈ നാടിനെയും ഇതിന്റെ പ്രദേശങ്ങളെയും പരിസരങ്ങളെയും ഞങ്ങളുടെ നാടുകളെ എല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനേ. അർഹമുറാഹിമീനായ പടച്ചവനെ, ഇവിടെ പങ്കെടുത്ത ഒരാളെ പോലും പരാജയപ്പെടുത്തരുത് റഹ്മാനെ.
ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തരുതല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على